ആ ലൈറ്റ് ഓഫ് ആയിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം എന്നാല്. തുടങ്ങല്ലേ? എല്ലാവരും മൈക്ക് മ്യൂട്ടാണല്ലോ. നമുക്ക് മോട്ടോർ ഇൻഷുറൻസിന്റെ കാര്യങ്ങളിലാണ് ഒരുപാട് സംശയങ്ങൾ പലരും ഗ്രൂപ്പിൽ ഇപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോ നമ്മളെ മോട്ടോർ ഇൻഷുറൻസ് ബേസിക് ആണ്. എല്ലാ ആഴ്ചയിലും നമുക്ക് പ്രിപ്പറേറ്ററി ക്ലാസ് തുടങ്ങി എല്ലാം വളരെ വിശദമായിട്ട് എടുക്കാറുണ്ട്. എന്നാലും നമുക്കൊന്ന് ഓടിച്ചു പോവാം. നമ്മളെ ഉള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് മോട്ടോർ ഇൻഷുറൻസ് എന്താണെന്നും എങ്ങനെയാണെന്നും എന്തൊക്കെ കവറേജുകൾ ഉണ്ടെന്നും ആ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു ഏജന്റ് ആണല്ലോ. ഇപ്പൊ നമ്മള് ഏജൻസിയാണ് നമ്മളെ വർക്ക്. അപ്പൊ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനറൽ ഇൻഷുറൻസിൽ മോട്ടോർ ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാണ് പറയുക. നമ്മളുടെ ജീവിത മാർഗം മോട്ടോർ ഇൻഷുറൻസ് ആണ് മെയിൻ ആയിട്ട്. വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 75%, ഏകദേശം അല്ല, ആൾമോസ്റ്റ് 75% ബിസിനസ്സും മോട്ടോറിൽ നിന്നാണ്. അത്രയും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണത് എന്നാണ് നമ്മളുടെ ആർഒയിൽ നിന്ന് അടക്കം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. 75% നമ്മളുടെ ആർഒയില്, നമ്മളിപ്പോ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കണക്ക് വെച്ച് പറയാം, മോട്ടോറിൽ നിന്നാണ് ഉള്ളത്. ബാക്കിയുള്ളൂ നോൺ മോട്ടോർ ബിസിനസ് ആയിട്ട് വരിക. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടോർ പോർട്ട്ഫോളിയോ നമ്മളെ പുതിയൊരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം, പഴയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ആൾറെഡി അത് വന്നിട്ടുണ്ടാവും. അപ്പൊ പുതിയൊരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഒരു മോട്ടോർ പോർട്ട്ഫോളിയോ വേണം. മോട്ടോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അതായത് നമ്മുടെ സുഹൃത്ത് വലയത്തിലെടുത്താലും നമ്മളെ റിലേറ്റീവ്സിലെടുത്താലും ഒരു വണ്ടിയെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഒരു വീടും ഉണ്ടാവില്ല. അപ്പോ ബൈ ലോ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു ഇൻഷുറൻസ് ആണല്ലോ. അധികം മാർക്കറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ ഇൻഷുറൻസ് വേണ്ടതുകൊണ്ട് എല്ലാവരും അത് എടുക്കുകയും ചെയ്യും. ഇന്ത്യൻ മോട്ടോർ താരിഫ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിലെ മോട്ടോർ ഇൻഷുറൻസ് ഗവേൺ ചെയ്യുന്നത്. നേരത്തെ IRDA നോട്ടിഫിക്കേഷൻ അനുസരിച്ചും ഇപ്പോ മിനിസ്ട്രി നോട്ടിഫിക്കേഷൻ അനുസരിച്ചും നിശ്ചയിക്കുന്ന തേർഡ് പാർട്ടി പോർഷനും OD പോർഷനും ചേർന്നതാണ് മോട്ടോർ ഇൻഷുറൻസ്. അത് നമ്മൾ ഈ തേർഡ് പാർട്ടി എന്താണ്, OD പാക്കേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തേർഡ് പാർട്ടി പോർഷനും OD പോർഷനും ചേർന്നതാണ് മോട്ടോർ ഇൻഷുറൻസ്. അതെങ്ങനെയാണ് ഓരോ വണ്ടിക്കും വരുന്നത്, ഏതൊക്കെ തരം വണ്ടികളാണുള്ളത്, ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മോട്ടോറിൽ ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം പോളിസികളാണുള്ളത്. ഒന്ന് 2 വീലർ, പ്രൈവറ്റ് കാറ്, പിന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾ. 2 വീലർ, പ്രൈവറ്റ് കാറും കൊമേഴ്സ്യൽ വെഹിക്കിൾ, അങ്ങനെ 3 തരം മോട്ടോർ പോളിസികളാണുള്ളത്. പ്രൈവറ്റ് കാർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വൈറ്റ് ബോർഡിൽ ബ്ലാക്ക് ലെറ്ററിൽ നമ്പർ എഴുതിയ നോൺ ട്രാൻസ്പോർട്ട് രജിസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് പ്രൈവറ്റ് കാർ. പ്രൈവറ്റ് കാറിന്റെ ഡെഫിനിഷൻ അതാണ്. പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. അതിന്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ നമ്മൾ പോയിട്ടുണ്ടാവും. സാധാരണ അങ്ങനെയാണ് കാണുന്നത്, അതെല്ലാം അങ്ങനെയാണ് എന്നൊരു ധാരണയാണ് നമ്മൾക്ക് മനസ്സിലുണ്ടാവുക. അപ്പോ അതാണ് ഈ നോൺ ട്രാൻസ്പോർട്ട് രജിസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് മാറ്റം പിന്നീട് വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. മോട്ടോറൈസ്ഡ് 3 വീലേഴ്സ് കൂടി നമ്മളെ പ്രൈവറ്റ് കാറിനകത്ത് വരും. അതായത് പ്രൈവറ്റ് ഓട്ടോറിക്ഷ, അത് പ്രൈവറ്റ് കാറിലാണ് വരിക. ഇതിലിടയ്ക്ക് നമ്മളെ ഗ്രൂപ്പിൽ സംശയം ചോദിച്ചാണ് പ്രൈവറ്റ് ഓട്ടോറിക്ഷ അടിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോർട്ടലിൽ അടിക്കുമ്പോൾ അത് ഏത് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. മോട്ടോറൈസ്ഡ് 3 വീലേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കാറിന്റെ കാറ്റഗറിയിലാണ് വരിക. പിന്നെ ആൾ ടൈപ്സ് ഓഫ് 2 വീലേഴ്സ്. 2 വീലേഴ്സിൽ എല്ലാ, അതിൽ വേറെ കാറ്റഗറി ഒന്നുമില്ല, 2 വീലേഴ്സ് എന്നുള്ള ഒറ്റ കാറ്റഗറി മാത്രം. അപ്പൊ ടാക്സി ടൈപ്പ് 2 വീലറിന് നമ്മുടെ RTO ഇപ്പൊ ടാക്സി രജിസ്ട്രേഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൊമേഴ്സ്യൽ വെഹിക്കിളിലേ വരുള്ളൂ. അതൊഴിച്ച് ബാക്കി വൈറ്റ് ബോർഡിലുള്ളതൊക്കെ 2 വീലർ കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതല്ലാത്ത ഏത് തരം പോളിസി ആണെങ്കിലും വണ്ടികളാണെങ്കിലും അത് കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണ്. ഇതല്ലാത്ത, ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിലല്ലാത്ത ഏത് വണ്ടികളാണെങ്കിലും അത് വരുന്നത്
കൊമേഴ്സ്യൽ വെഹിക്കിൾ കാറ്റഗറിയാണ്. കൊമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ടാക്സി ആയാലും ബസ് ആയാലും നമ്മുടെ ടിപ്പർ ലോറി ആയാലും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ടൂ വീലർ ആയാലും ഇനി ഡീലർമാരുടെ വണ്ടികളാണെങ്കിലും വളരെ വലിയ ബ്രോഡായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൊമേഴ്സ്യൽ വെഹിക്കിൾ. അപ്പൊ ഏതൊക്കെയാണ് അതിൽ വരിക? ടാക്സി, ബസ്, അതായത് ടാക്സി, കാറ്, ബസ്, ടിപ്പർ ലോറി, ഇനി വാടകയ്ക്ക് കൊടുക്കുന്ന ടൂ വീലർ, ഡീലർമാരുടെ വണ്ടികൾ, ഇതെല്ലാം വരുന്നത് കൊമേഴ്സ്യൽ വെഹിക്കിളാണ്. പുതിയൊരു നമ്മൾക്ക് ടൂ വീലർ ടാക്സി ഇവിടെ കൂടുതൽ കാണാൻ തുടങ്ങിയിട്ടില്ല, ഭാവിയിൽ വരും എന്നുള്ളതാണ് വെപ്പ്. ഇന്ത്യയിലെ പല സ്ഥലത്തും അതുണ്ട്. അപ്പൊ പുതിയൊരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കാർ ആയാലും ടൂ വീലർ ആയാലും ഇനീഷ്യലി നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സ് എന്നിവരുടെ അടുക്കൽ നിന്ന് പെട്ടെന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഈ മോട്ടോർ. കൊമേഴ്സ്യൽ വെഹിക്കിളിന് കുറച്ചുകൂടി നോളജ് വേണ്ടി വരും. നമ്മുടെ ഇന്നർ സർക്കിളിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ബേസിക്കലി അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടുതലുണ്ട്. നമുക്ക് അതും ഒന്ന് നോക്കാം. ഇപ്പൊ പ്രൈവറ്റ് കാർ നോക്കി, ടൂ വീലർ നോക്കി, ഇനി നമ്മൾ പ്രൈവറ്റ് കാറും ടൂ വീലറും മനസ്സിലാക്കി. അത് ചെറിയ രണ്ട് സാധനങ്ങളാണ്. പ്രൈവറ്റ് കാർ എന്ന് പറയുമ്പോൾ ഫോർ വീലർ ആയ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന 4 വീൽ ലൈസൻസ് ഉള്ള ഒരു വാഹനമാണ്. ഇപ്പൊ ആദ്യമൊക്കെ നമുക്ക് ടൂ വീലർ ലൈസൻസ് വേണമായിരുന്നു, 3 വീലറിന് അങ്ങനെ ലൈസൻസ് വേണമായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോ LMV ലൈസൻസ് എന്നാണ് പേര് വന്നിട്ടുള്ളത്. അത് ടൂ വീലർ, 3 വീലർ, പ്രൈവറ്റ് കാറ്, ടാക്സി കാറ്, ഗുഡ്സ് വെഹിക്കിള്, അതായത് 7500 കിലോയിൽ താഴെ വെയിറ്റ് വരുന്ന ഗുഡ്സ് വെഹിക്കിള് എല്ലാം ഓട്ടാൻ ഇപ്പൊ LMV ലൈസൻസ് എന്ന ഒറ്റ ലൈസൻസ് മതി. അതിന് ബാഡ്ജ് വേണ്ടതാണ്. ഇപ്പൊ ഇത്രയും കാറ്റഗറി വാഹനങ്ങൾ ഓടിക്കാൻ ഇപ്പൊ ബാഡ്ജ് വേണ്ട. ഹെവി വാഹനങ്ങൾക്ക് മാത്രം ബാഡ്ജ് വേണം. അത് ലൈസൻസിന്റെ കാര്യത്തിൽ. ഇനി നമ്മുടെ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ടൂ വീലർ. എന്നാൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് പല പല കാറ്റഗറീസ് ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയാണ് ഗുഡ്സ് ക്യാരിയിങ് വെഹിക്കിൾ എന്ന് പറയും. ഗുഡ്സ് ക്യാരിയിങ് വെഹിക്കിളിൽ തന്നെ പബ്ലിക് കാരിയർ, പ്രൈവറ്റ് കാരിയർ എന്നീ 2 കാറ്റഗറികൾ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ മിനിസ്ട്രിയുടെ സർക്കുലർ അനുസരിച്ച് ആക്ച്വലി ഇപ്പോൾ അങ്ങനെ 2 കാറ്റഗറി ഇല്ല. പക്ഷെ സ്റ്റിൽ താരിഫ് പ്രകാരം ആ 2 കാറ്റഗറി ഉണ്ടെങ്കിലും പബ്ലിക്കായി തന്നെ അതങ്ങോട്ട് പോവുകയാണ്. പിന്നെ ട്രെയിലേഴ്സ്, വണ്ടിയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡന്റ് രജിസ്ട്രേഷനിലുള്ള ഇതാണ് ട്രെയിലർ എന്ന് പറയുക. അടുത്തത് C കാറ്റഗറി എന്ന് പറയുന്ന പാസഞ്ചർ ക്യാരിയിങ് വെഹിക്കിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോ തൊട്ട് ടാക്സി തൊട്ട് ലൈൻ ബസ്, കോൺട്രാക്ട് കാരിയേജ് ബസ്, ഇന്റർസ്റ്റേറ്റ് ഓടുന്ന ബസ്സുകൾ, സ്റ്റാഫുകൾ കൊണ്ടുപോകുന്ന ബസ് തുടങ്ങിയവയെല്ലാം ഈ C കാറ്റഗറി എന്ന് പറയുന്ന പാസഞ്ചർ ക്യാരിയിങ് വെഹിക്കിളിലാണ് വരിക. പാസഞ്ചർ ക്യാരിയിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഒരു ഹയർ അല്ലെങ്കിൽ ഒരു റിവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് പർപ്പസിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും പാസഞ്ചേഴ്സിനെ റിഫർ ചെയ്ത് പോകുന്ന വണ്ടികളാണ് പാസഞ്ചർ ക്യാരിയിങ് വെഹിക്കിൾ. അതില് നോട്ട് എക്സീഡിങ് 6 പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 6+1 എന്ന് പറഞ്ഞ C1 കാറ്റഗറിയിലുള്ളത് ഒന്നുണ്ട്. രണ്ടാമത്തത് C2. നമ്മൾ പോർട്ടലിൽ നമ്മൾ മോട്ടോർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ C1, C2 എന്നൊക്കെ. അത് 4 യാത്രക്കാർക്കും അതിന്റെ മുകളിൽ വരുന്ന യാത്രക്കാർക്കും, അതായത് 4 or more wheeled above 6 passengers. 4 വീല് അതിന്റെ മുകളിലും വീലുള്ള 6 പാസഞ്ചേഴ്സിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് C2 കാറ്റഗറിയിൽ വരിക. അവിടെ ക്യാരിയിങ് കപ്പാസിറ്റി നോക്കും, സീറ്റിംഗ് കപ്പാസിറ്റി നോക്കും. ഇതിലൊന്നും പെടാത്ത മിസലേനിയസ് കാറ്റഗറിയിൽപ്പെട്ട വെഹിക്കിൾസ് വേറെ ഉണ്ട്. അത് D കാറ്റഗറി എന്നാണ് അവിടെ വരിക. അതിനു പുറമെ മോട്ടോർ ട്രേഡ് റിസ്കിൽപ്പെട്ട, അതായത് EFG കാറ്റഗറി എന്നാണ് പറയുക. E എന്ന് പറയുമ്പോൾ റോഡ് ട്രാൻസിറ്റ് റിസ്ക് പറയും, F എന്ന് പറഞ്ഞാൽ റോഡ് റിസ്ക്, G എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ റിസ്ക്. അങ്ങനെ 3 കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളും ഉണ്ട്. പക്ഷെ അത് ഏജന്റുമാർ എന്ന നിലയിൽ നമുക്കത്ര പ്രാധാന്യമുള്ള കാറ്റഗറി അല്ല. അത് ഡീലേഴ്സിനോ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനോ ബോഡി ബിൽഡേഴ്സിനോ ഒക്കെ എടുക്കാൻ പറ്റുന്ന തരം പോളിസികളാണ്. അവർക്കാണ് അത് എടുക്കാൻ കഴിയുള്ളൂ. നോർമൽ ABCD കാറ്റഗറി വെഹിക്കിളാണ് നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ പോളിസി എടുക്കാമെന്നത് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഈ മോട്ടോർ പോളിസി, നമ്മുടെ ടൈപ്പ് ഓഫ് പോളിസി നേരത്തെ എത്ര തരം പോളിസികൾ ഉണ്ട് എന്നുള്ളത് വണ്ടികൾ ഉണ്ട് എന്നുള്ളത് നോക്കി. ഇനി ആ വണ്ടികൾക്ക് മോട്ടോർ പോളിസി 4 രീതിയിലാണുള്ളത്. അതായത് ഒന്ന് ആക്ട് ഓൺലി പോളിസി, അതിനാണ് നമ്മൾ ലിയബിലിറ്റി ഓൺലി പോളിസി എന്ന് പറയാം. പിന്നെ പാക്കേജ് പോളിസി എന്ന് പറയുമ്പോൾ അതിൽ ലിയബിലിറ്റി പോർഷനും ഉണ്ടാവും, ഓൺ ഡാമേജ് പോർഷനും ഉണ്ടാവും.
അതിൽ തന്നെ എൻഹാൻസ്മെന്റ് പോളിസി വരും. അവിടെ ലിയബിലിറ്റി പോർഷൻ വരും, ബോഡി പോർഷൻ വരും, പ്ലസ് അതിന്റെ കൂടെ ആഡ് ഓൺ പോർഷനും കൂടി, ആഡ് ഓൺ കവറേജും കൂടി വരും. അതാണ് എൻഹാൻസ്മെന്റ് കവർന്ന് വരും. ഇവിടെ നേരത്തെ ആരോ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രൈവറ്റ് കാർ കോംപ്രിഹെൻസീവ് പോളിസി എന്ന് ഒരു പ്രീവിയസ് ഇൻഷുറൻസ് കമ്പനിയുടെ ഡോക്യുമെന്റിൽ കാണുന്നുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്, അവിടെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം. എൻഹാൻസ്മെന്റ് കവർ എന്ന് പറയുമ്പോൾ ലിയബിലിറ്റിയും ബോഡിയും ആഡ് ഓണും കൂടി ചേരും. നമ്മളുടെ പോളിസി ആണെങ്കിൽ പാക്കേജ് പോളിസി വിത്ത് എൻഹാൻസ്മെന്റ് കവർ എന്നാണ് നമ്മുടെ ഇടയിൽ കാണുക. ന്യൂ ഇന്ത്യയുടെ പോളിസിയിൽ മാത്രമേ ആ പേര് കാണുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിന്റെ താഴെയുള്ള ഷെഡ്യൂളിന്റെ താഴെ ചെക്ക് ചെയ്ത് നോക്കിയാലേ, അത് അരിച്ചു പെറുക്കി നോക്കിയാലേ അത് എന്ത് ടൈപ്പ് പോളിസിയാന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പോളിസിയിൽ പേര് കേട്ടാത്തരം നമുക്ക് അറിയാൻ പറ്റും. ലിയബിലിറ്റി ഓൺലി പോളിസി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി, പാക്കേജ് പോളിസി എന്ന് പറഞ്ഞാൽ സാധാ പാക്കേജ് ലിയബിലിറ്റി ഓൺ ഡാമേജ് മാത്രമുള്ളത്, പാക്കേജ് പോളിസി വിത്ത് എൻഹാൻസ്മെന്റ് കവർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബമ്പർ ടു ബമ്പർ, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്, അതല്ലെങ്കിൽ ഫുൾ കവർ എന്നൊക്കെ പറയുന്ന തരം പോളിസികൾ. നമ്മളുടെ കമ്പനിക്ക് മാത്രമാണ് ഈ പേരുകൊണ്ട് ആ പോളിസി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ബാക്കി ഒരു കമ്പനിയിലും നമ്മൾ അങ്ങനെ കാണാറില്ല. പിന്നെ ബണ്ടിൽഡ് പോളിസി, അത് തുടക്കത്തിൽ കാറുകൾക്ക് 3 വർഷം ഓടിയും 3 വർഷം ലിയബിലിറ്റി കവറേജും, ടൂ വീലർ ആണെങ്കിൽ 5 വർഷത്തെ ഓടിയും 5 വർഷം ലിയബിലിറ്റി കവറേജും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അതിന് മാറ്റം വന്നു. ഇപ്പോ അതിന് പുറമെ സ്റ്റാൻഡ് അലോൺ പോളിസികളും കൂടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ CPF ഫോർ ഓണർ ഡ്രൈവർ എന്ന് പറഞ്ഞ മാൻഡേറ്ററി ബൈ MBA ആക്ട് പ്രകാരം CPF ഫോർ ഓണർ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു കവറേജും കൂടി ഈ മോട്ടോർ പോളിസിയുടെ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പാക്കേജ് പോളിസി എന്ന് പറഞ്ഞാൽ ബേസിക് പാക്കേജ് ആണ്. എൻഹാൻസ്മെന്റ് കവർ, ബണ്ടിൽഡ് പോളിസി, അതായത് ന്യൂ വെഹിക്കിൾ ആവുമ്പോൾ ബണ്ടിൽഡ് പോളിസി എന്നാ പറയുക. അതായത് 3 വർഷത്തെ തേർഡ് പാർട്ടി, 1 വർഷത്തെ ഓൺ ഡാമേജ് പ്രൈവറ്റ് കാറിന്, 5 വർഷത്തെ തേർഡ് പാർട്ടി, 1 വർഷത്തെ ഓൺ ഡാമേജ് ടൂ വീലറിന്. അതാണ് ബണ്ടിൽഡ് പോളിസി എന്ന് പറഞ്ഞത്. ഓടി അത് ഗവൺഡ് ബൈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വന്നതാണ്. ഇന്ത്യയിൽ ഒരു വാഹനം നിരത്തിലിറക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ഇൻഷുറൻസ് വേണം. അപ്പൊ നിർബന്ധം ആയിട്ട് ഏത് പോളിസിയാണ് വേണ്ടത്? ലിയബിലിറ്റി പാർട്ടാണ് നിർബന്ധം. അതായത് ലിയബിലിറ്റി ഓൺലി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ട് ഓൺലി പോളിസി എന്നും പറയും. ഇന്ത്യൻ മോട്ടോർ ആക്ട് പ്രകാരം ആ ഒരു പോളിസി ഉണ്ടെങ്കിലേ ഏതൊരു വാഹനവും നിരത്തിലിറക്കാൻ പാടുള്ളൂ. അതായത് പബ്ലിക് പ്ലേസിലെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പോലും തേർഡ് പാർട്ടി പോളിസി ഇല്ലാതെ പാടില്ല. ഈ ലിയബിലിറ്റി പോളിസിയിൽ തന്നെയാണ് CPA എന്ന ആ പാർട്ട് കൂടി ഉള്ളത്. പാക്കേജ് പോളിസി എന്ന് പറയുമ്പോൾ ആ പേരിലുള്ളത് പോലെ തന്നെ അതൊരു പാക്ക് ചെയ്തതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഒരുപാട് വാങ്ങി പാക്ക് ചെയ്ത് കിട്ടുന്നത് പോലെ, കുറെ പ്രൊഡക്റ്റുകൾ ഒരു പാക്കിലാക്കിയ പോലെ ഒരു പാക്കേജ് പ്രോഡക്റ്റ് ആണത്. പാക്കേജ് പോളിസിയിൽ ലിയബിലിറ്റി പാർട്ട് മാൻഡേറ്ററി ആണ്. അത് നമുക്ക് എന്തായാലും വേണം, അതുണ്ടാവും. അത് കൂടാതെ കസ്റ്റമർക്ക് കുറച്ച് അഡീഷണൽ കവേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ലിയബിലിറ്റി കവറേജ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂ വീലർ ആക്സിഡന്റ് ആയാൽ തേർഡ് പാർട്ടി ലിയബിലിറ്റിക്കാണ് ആക്ച്വലി കവറേജ് കിട്ടുക. നമുക്ക് കവറേജ് കിട്ടില്ല. പക്ഷെ ആ വണ്ടി മൊത്തം ഡാമേജ് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ പോളിസിയിൽ അതൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ആസ് എ കസ്റ്റമർ അത് അയാളുടെ സ്വന്തം റിസ്ക് ആയി മാറി. അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് ഒരു ബേസിക് പാക്കേജ് പോളിസി ഉപയോഗിക്കാം. അങ്ങനെ ബേസിക് ലിയബിലിറ്റി പോളിസിക്ക് പകരം ഒരു ബേസിക് പാക്കേജ് പോളിസി എടുത്താൽ ആ വണ്ടി ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഡാമേജ് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതാണ് ബേസിക് പാക്കേജ് പോളിസി എന്ന് പറയുന്നത്. അതിനകത്ത് പല പല കവറേജസ് ഉണ്ട്. പാക്കേജ് പോളിസിക്കകത്ത് എൻഹാൻസ്ഡ് കവർ കൂടിയുണ്ട്. പാക്കേജ് പോളിസിയിൽ 2 വർഷത്തിന് ശേഷം നമ്മൾ ഒരാൾ ഒരു ക്ലെയിം ചെയ്തു, അതൊരു പാർട്ട് മാറ്റി വെക്കേണ്ടി വന്നു, അതിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, കമ്പൽസറി എക്സസ് ഉണ്ട്, അതും ഒഴിവാക്കി. അതെന്താണ് അങ്ങനെയെന്ന് ആ കസ്റ്റമർ അപ്പോൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസറോട് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ഏജന്റിനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടത്. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻഷുറൻസിന്റെ ഒരു ഭാഗമാണ്. അത് ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല. നോർമൽ പോളിസിയിൽ എന്തായാലും പറ്റില്ല. അതിന് എൻഹാൻസ്മെന്റ് കവർ എടുത്തിട്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ഒഴിവാക്കാം. പക്ഷെ ഏത് കവർ എടുത്താലും എക്സസ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാൻ പാടില്ല. അത് പറ്റൂല. എക്സസ് എല്ലാ പോളിസിയിലും വരുന്നതാണ്. നമ്മളെ പോളിസി ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം. പാക്കേജ് പോളിസി അടിക്കുമ്പോൾ ടൂ വീലർ ആണെങ്കിലും പ്രൈവറ്റ് കാർ ആണെങ്കിലും ഇനി കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണെങ്കിലും ഏതൊരു മോട്ടോർ പോളിസി ആയാലും
പാക്കേജ് പോളിസി എടുത്താൽ നമ്മളെ പോളിസി ഡോക്യുമെന്റിന്റെ ബാക്ക് സൈഡിൽ കമ്പൽസറി എക്സസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. അതിനകത്ത് ആ എക്സസ് ചെയ്യേണ്ട എമൗണ്ടും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. ഫുള്ള് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രീതിയിൽ ആ എക്സസ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കസ്റ്റമർക്ക് കിട്ടുക. 100% കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കസ്റ്റമറോട് അത് പറയണം. എല്ലാം കിട്ടുന്നു, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ ഇവിടെയും മുഴുവൻ കിട്ടും അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കിട്ടും എന്ന് പറയരുത്. ഒരു വണ്ടി ടോട്ടൽ ലോസ് ആയാൽ പോലും എക്സസ് കഴിച്ചിട്ടാണ് അതിന്റെ സാൽവേജസ് എന്ന് പറയും. അത് നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അതും കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറെ എൻഹാൻസ്ഡ് കവർ ഉണ്ട്. 2 വീലറിലാണെങ്കിൽ 7 എൻഹാൻസ്ഡ് കവേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് കാറിൽ 16 എണ്ണം ഉണ്ട്. കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണെങ്കിൽ അതിനകത്ത് 6 എൻഹാൻസ്മെന്റ് കവർ ഉണ്ട്. അവയെ കുറിച്ച് വിശദമായിട്ട് നോക്കണം. അതുകൊണ്ട് അത്രയും കവറേജുകൾ ഉണ്ടെന്ന് മാത്രം നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. കഴിഞ്ഞൊരു പ്രാവശ്യം ആഡ് ഓൺ കവറേജുകൾ മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. ആ ക്ലാസ്സിൽ കേട്ടവർക്ക് ഈ പറഞ്ഞ എൻഹാൻസ്ഡ് കവർ എന്താണെന്നുള്ളതും ആഡ് ഓൺ കവർ എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഈ കാറ്റഗറിയിൽ തന്നെ പാക്കേജ് പോളിസിയിലുള്ള മറ്റൊരു കവറാണ് 2019 കോർട്ട് ഓർഡർ പ്രകാരം ഇഷ്യൂ ചെയ്തു തുടങ്ങിയ ബണ്ടിൽഡ് പോളിസി. അതുവരെ ഉണ്ടായിരുന്നത് ലിയബിലിറ്റി ഓൺലി പോളിസി 1 ഇയറും പാക്കേജ് പോളിസി 1 ഇയറും ആയിരുന്നു. എന്നാൽ ഈ കോർട്ട് ഓർഡർ പ്രകാരം പുതിയൊരു വണ്ടി നിരത്തിലിറക്കണമെങ്കിൽ അതൊരു പ്രൈവറ്റ് കാർ ആണെങ്കിൽ 3 വർഷത്തേക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കി. അപ്പൊ 2 വീലർ ആണെങ്കിൽ 5 വർഷത്തേക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. ഈ 5 വർഷത്തേക്കും 3 വർഷത്തേക്കും എന്തായിരിക്കും നിർബന്ധം? അവിടെ നിർബന്ധം തേർഡ് പാർട്ടി പോർഷൻ മാത്രമാണ്. അതായത് ലിയബിലിറ്റി പാർട്ടാണ് നിർബന്ധം. അപ്പോ ഒരു 2 വീലർ ഫ്രഷ് പോളിസി, ഒരു ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ 5 വർഷത്തേക്ക് ലിയബിലിറ്റി പോളിസി പോർഷൻ കമ്പൽസറി ആയിട്ട് കൊടുക്കും. 1 വർഷത്തേക്ക് വണ്ടിക്കുള്ളതും കൊടുക്കും. ബണ്ടിൽഡ് പോളിസി എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ലിയബിലിറ്റി ആ ഫസ്റ്റ് ഇയറിലെ ഓടികൂടി ക്ലബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരു പോളിസിയാണ് ബണ്ടിൽഡ് പോളിസി. അത് ഫ്രഷ് ആയിട്ട് ഇറക്കുന്ന പുതിയ വണ്ടികൾക്ക് മാത്രമാണ് ബാധകം. അങ്ങനെ ഇറക്കുന്ന വണ്ടികളിൽ കാറുകൾക്ക് 3 വർഷവും 2 വീലറിന് 5 വർഷവും ലിയബിലിറ്റി പാർട്ട് ഉള്ളപ്പോൾ 2ാം വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസിയാണ് സ്റ്റാൻഡ് അലോൺ ഓഡി കവർ. ലിയബിലിറ്റി ഓൺലി പോളിസി പോലെ തന്നെ ആണ് സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസി, SAOD പോളിസി എന്ന് പറയും, അല്ലെങ്കിൽ LOP പോളിസി എന്ന് പറയും. ലിയബിലിറ്റി ഓൺലി പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് ആണത്. അത് ലിയബിലിറ്റി പാർട്ടിന് പകരം അതില് ഓൺ ഡാമേജ് പാർട്ട് മാത്രമാണ് 2ാമത്തെ വർഷം ഉണ്ടാവുക. ലിയബിലിറ്റി പാർട്ട് ആൾറെഡി അവിടെ ലോങ് ടൈം ആയിട്ട് പോയി. CPA കവറും സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ വണ്ടിക്കുള്ള ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ മാത്രമായിട്ട് വരും. ലിയബിലിറ്റി ഓൺലി പോലെ ഓൺ ഡാമേജ് ഓൺലി. അങ്ങനെയുള്ള പോളിസികൾ പ്രൈവറ്റ് കാറിന് 2nd ഇയർ 3rd ഇയറും 2 വീലറിന് 2nd ഇയർ ഓൺവേർഡ്സ് അപ് ടു 5 ഇയർ വരെ ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അത്രയും ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ബേസിക് പാക്കേജ് പോളിസിയിൽ എന്തൊക്കെ കവറാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 10 തരം കവറേജുകളാണുള്ളത്. പാക്കേജ് പോളിസിയിൽ നമുക്ക് 10 തരം കവറേജുകളാണ് ഉണ്ടാവുക. ഫയർ, എക്സ്പ്ലോഷൻ, സെൽഫ് ഇഗ്നിഷൻ ആൻഡ് ലൈറ്റ്നിങ്. അതിൽ സെൽഫ് ഇഗ്നിഷൻ എന്ന് പറയുമ്പോൾ വണ്ടി താനെ കത്തുക. ഇപ്പോ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പെറിലാണത്. അതായത് അടുത്ത കാലത്ത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ സാധാരണ കാണാറുള്ളതാണ്. നിർത്തിയിട്ട വണ്ടി കത്തി, എണ്ണ അടിക്കാൻ പോയപ്പോ കത്തി, ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ താനെ കത്തി. ഇത് നമുക്ക് ഇപ്പൊ അടുത്തടുത്ത് കാണാൻ സാധിച്ച ഒരു കാര്യങ്ങളാണ്. അതായത് ജനറൽ ഇൻഷുറൻസിലെ ഫയർ ഇൻഷുറൻസിൽ വരുന്ന കവറുകളെല്ലാം ഇൻബിൽട്ട് ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ബർഗ്ലറി, ഹൗസ് ബ്രേക്കിംഗ്, തെഫ്റ്റ്, ഇതെല്ലാം ബിൽറ്റിൻ ആയിട്ട് കവേർഡാണ്. റൈറ്റ് സ്ട്രൈക്ക് കവേർഡാണ്. എർത്ത് കേക്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അത് കിട്ടും. STFI പെറിൽസ്, അതായത് വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നഷ്ടം സംഭവിച്ചാലും നമ്മളെ പാക്കേജ് പോളിസിയിൽ കവേർഡാണ്. സ്റ്റോം, ടെമ്പസ്റ്റ്, ഫ്ലഡ് ആൻഡ് ഇനന്റേഷൻ എന്നാണ് STFIന്റെ ഫുൾ ഫോം ആയിട്ട്, അത് ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞതാണ്. സ്റ്റോം, ടെമ്പസ്റ്റ്, ഫ്ലഡ് ആൻഡ് ഇനന്റേഷൻ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ആക്സിഡന്റൽ എക്സ്റ്റേണൽ മീൻസ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് മേജറായി ക്ലെയിം ചെയ്യുന്ന ഒരു ഭാഗം. 90% ക്ലെയിംസും ആക്സിഡന്റൽ എക്സ്റ്റേണൽ മീൻസ് ആയിട്ട് ആണ് വരിക. എക്സ്റ്റേണൽ മീൻസ് പ്രകാരം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അത് കവർ ചെയ്യും. ഇത് കൂടാതെ മലീഷ്യസ് ആക്ടിന് കവറേജ് ഉണ്ട്, ടെററിസത്തിന് കവർ ഉണ്ട്. ഇതെല്ലാം കൂടാതെ ട്രാൻസിറ്റ് കവേർഡ് ആണ് ബിൽറ്റിനായിട്ട്. ഒരു വണ്ടി
ട്രെയിൻ വഴി അല്ലെങ്കിൽ വെള്ളം പുഴ വഴി അല്ലെങ്കിൽ കടൽ വഴി അതല്ലെങ്കിൽ ബൈ റോഡ് തുടങ്ങി ഏത് വഴിയാണെങ്കിലും ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാക്കേജ് പോളിസിയിൽ വിത്തൗട്ട് എനി അഡീഷണൽ പ്രീമിയം അത് കവർ ചെയ്യും. വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ അത് മാത്രമേ കവർ ചെയ്യൂ എന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമുക്ക് അത് കവേർഡ് അല്ല. അതുകൂടാതെ റോക്ക് സ്ലൈഡ്, ലാൻഡ് സ്ലൈഡ് ആ പറയുന്ന കവറുകളും ഉണ്ട്. കോംപ്രിഹെൻസീവ് ആയിട്ട് കവറുള്ള ഒരു പോളിസിയാണ് പാക്കേജ് പോളിസി. അതാണ് കോംപ്രിഹെൻസീവ് പോളിസി എന്ന് നേരത്തെ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തില് ആ പോളിസിയിൽ കണ്ട ഒരു പേരതാണ്. അപ്പൊ ആൾമോസ്റ്റ് ആൾ റിസ്കിൽ വരുന്ന എല്ലാ തരം റിസ്കുകളും അവിടെ കവേർഡ് ആണ്. പിന്നെ ആഡ് ഓൺ കവറുകൾ കൊടുക്കാൻ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബേസിക് പോളിസി കഴിഞ്ഞിട്ടുള്ള അടുത്ത എൻഹാൻസ്ഡ് പോളിസിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻഹാൻസ്ഡ് പോളിസിയിൽ ആഡ് ഓൺ കവേഴ്സ് എടുക്കുമ്പോൾ പോളിസി എടുക്കുമ്പോൾ തന്നെ ആഡ് ഓൺ കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മളൊരു പാക്കേജ് പോളിസി എടുത്തു, ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് എനിക്ക് ഇതിനകത്ത് അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ആഡ് ഓൺ ചെയ്യണം, ഞാൻ അതിനുള്ള പ്രീമിയം അടയ്ക്കാൻ തയ്യാറാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അടുത്ത വർഷം അത് പ്രായവും നോക്കി അതിന്റെ NCV നോക്കി എല്ലാ കണ്ടീഷൻസും റെഡി ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത വർഷം അത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബേസിക് പ്രൊപ്പോസൽ ഫോമിൽ തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്പോർട്സ് കാർ, റേസ് കാർ എന്നിവയ്ക്കൊന്നും ഈ തരത്തിലുള്ള എൻഹാൻസ്ഡ് കവർ കിട്ടില്ല. എൻഹാൻസ്ഡ് കവറിൽ 2 ലോസിനുള്ള ക്ലെയിമേ കിട്ടിയിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പോ 2 ക്ലെയിം അല്ലെങ്കിൽ 4 ക്ലെയിം അതല്ലെങ്കിൽ അൺലിമിറ്റഡ് ക്ലെയിംസ് എന്നിങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മളെ പോർട്ടലിൽ അത് കാണാൻ പറ്റും. അത് എന്താണ് അങ്ങനെ വന്നത് എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും ഗ്രൂപ്പിൽ. 2 ക്ലെയിം ആണെങ്കിൽ പൊതുവെ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവാം, പ്രീമിയം കുറവാകും. അത് 4 ക്ലെയിം ആണെങ്കിൽ കുറച്ച് പ്രീമിയം കൂടും. ഒരു വർഷത്തില് അൺലിമിറ്റഡ് ക്ലെയിം ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടി വരുന്ന ഒരു ഓപ്ഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ പ്രീമിയം കുറച്ച് ഹൈ ആയിരിക്കും. അപ്പൊ അത് 3ഉം സെലക്ട് ചെയ്തിട്ട് താഴെ വ്യൂ ബ്രേക്കപ്പ് ഇട്ട് നോക്കിയാൽ നമുക്ക് ആ പ്രീമിയത്തിന്റെ വേരിയേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തെങ്കിലും ആ വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ അത് എൻഹാൻസ്മെന്റ് കവറിൽ കിട്ടില്ല. ഇതൊക്കെയാണ് എൻഹാൻസ്മെന്റ് കവറിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വേറൊരു പ്രൊഡക്റ്റ് ആണ് പേ ആസ് യു ഡ്രൈവ് എന്ന് പറയും. പെയ്ഡ് പേ ആസ് യു ഡ്രൈവ് എന്താന്ന് പറഞ്ഞാൽ ഓവർസീസ് മാർക്കറ്റിലൊക്കെയാണ് ഇത് സാധാരണ കാണാറുള്ള സംഭവം. അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് ആണത്. നമ്മൾ എത്രമാത്രം ഡ്രൈവ് ചെയ്യുന്നോ അതനുസരിച്ച് പ്രീമിയം പേ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിനുള്ളത്, വേറൊന്നുമില്ല. ഇന്ത്യയിൽ ഇപ്പോഴും അതൊരു തുടക്ക സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് അത്ര റീഫൈൻഡ് ആയിട്ടുമില്ല. നമ്മുടെ പോർട്ടലിൽ അതുണ്ട്. നമ്മളത് ജസ്റ്റ് നമ്മുടെ പേരിൽ തന്നെ നമുക്കതൊന്ന് അടിച്ചു നോക്കിയാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം, പഠിച്ചു വെക്കാം. അത്രേ ഉള്ളൂ. കസ്റ്റമറോട് നമ്മൾ ഇപ്പോ എന്തായാലും അത് പറയണ്ട. ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ കിലോമീറ്റർ മോണിറ്റർ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം, എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്, ആ ഓടുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം എന്നൊക്കെയുള്ള വ്യവസ്ഥയാണ് അതിനകത്തുള്ളത്. ഇവിടെ ബേസിക്കലി ഇതൊരു ഡിക്ലറേഷൻ പോളിസിയാണ്. നമുക്കൊരു കിലോമീറ്റർ ഡിക്ലെയർ ചെയ്യാം. ആ കിലോമീറ്ററിനെ അത്ര കിലോമീറ്ററേ നമ്മൾ ഓടിയിട്ടുള്ളൂ എങ്കിൽ നെക്സ്റ്റ് റിന്യൂവലിന് ഒരു ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പൊ അതിന്റെ റേറ്റ് ഒന്നും കോമ്പറ്റീറ്റീവ് അല്ല. സോ ബേസിക്കലി മാർക്കറ്റിൽ അത്ര സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4000 കിലോമീറ്റർ തൊട്ട് പല പല കിലോമീറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4000 കിലോമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ബേസിക് കോടിയുടെ 25% അതിനകത്ത് ഡിസ്കൗണ്ട് ഉള്ളത്. അത് അടുത്ത റിന്യൂവലിനാണ് ഡിസ്കൗണ്ട് കിട്ടുക. നമ്മൾ പോളിസി അടിക്കുന്ന സമയത്ത് ആ ഡിസ്കൗണ്ട് കിട്ടില്ല. അതുപോലെ 6000 കിലോമീറ്റർ ആണെങ്കിൽ 20%, 8000 കിലോമീറ്റർ ആണെങ്കിൽ 25%, 10000 കിലോമീറ്റർ ആണെങ്കിൽ 10%. ഈ ഇത്രയും ഓപ്ഷനുകളാണുള്ളത്. 10000 കിലോമീറ്ററിന് മുകളിൽ ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് ഇല്ല. ഇതാണ് പ്രൊഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ബേസിക്കലി പ്രൈവറ്റ് കാറിന് മാത്രമാണ് ന്യൂ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉള്ളത്. കംപ്ലീറ്റഡ് കിലോമീറ്റർ വെച്ച് റിന്യൂവൽ ഡിസ്കൗണ്ട് ആയിട്ടാണ് പേ ആസ് യു ഡ്രൈവ് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിന്യൂവലിന് മാത്രമാണ് ഡിസ്കൗണ്ട് വരിക. പ്രീമിയം റേറ്റ് 1000 cc വരെയുള്ള വണ്ടിയാണെങ്കിൽ ആഡ് ഓൺ ഇല്ലാതെ 1.87% ആണ് അതിന്റെ റേറ്റ് വരിക. ആഡ് ഓൺ ഡിപ്രിസിയേഷൻ വെച്ചിട്ടാണ് ആ പോളിസി അടിക്കുന്നതെങ്കിൽ 2.81% ആണ് അതിന്റെ 2.81 ആണ് അതിന്റെ റേറ്റ് വരും. നമ്മള് 1.676 എന്നൊക്കെ പറഞ്ഞ് 2 വീലറിനും അതുപോലെ 3.292 എന്ന് പറഞ്ഞ് പ്രൈവറ്റ് കാറിനും ഒക്കെ നമ്മൾ താരിഫ് റേറ്റ് നോക്കിയിട്ടല്ലേ ഓൺ ഡാമേജിന്റെ പ്രീമിയം നോക്കുക. എന്നതുപോലുള്ള റേറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്.
1000 മുതൽ 1500 CC വരെയാണെങ്കിൽ 2.04, 1500 മുകളിലാണെങ്കിൽ 1.48. റേറ്റ് ഇതാണെങ്കിലും നമുക്കിപ്പോ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെടുത്തിട്ടുണ്ട്. ആരെങ്കിലും പേ ആസ് യു ഡ്രൈവ് അല്ലെങ്കിൽ ഓടുന്നതിനനുസരിച്ചുള്ള പോളിസി നിങ്ങളെടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നോ എനിക്കത് അറിയില്ലാന്നോ ഞാൻ നാളെ അന്വേഷിച്ചിട്ട് പിന്നെ പറയാമെന്നോ പറയരുത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ ആക്ച്വൽ രീതി. അതുകൊണ്ട് നമുക്കത് നഷ്ടമാണ് കസ്റ്റമർക്കാണെങ്കിലും എന്ന് പറഞ്ഞ് അയാൾക്ക് അത് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ 5 വർഷം വരെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിനും നമുക്ക് നിൽ ഡിപ്രിസിയേഷൻ കവറേജ് ഉണ്ട്. 20/7/2021 മുതലാണ് ന്യൂ ഇന്ത്യ അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല ഉണ്ടായിരുന്നത്. അപ്പോ EFG കാറ്റഗറി, നേരത്തെ പറഞ്ഞ റോഡ് ട്രാൻസിറ്റ് റിസ്ക്, റോഡ് റിസ്ക്, അത് പിന്നെ ഇന്റേണൽ റിസ്ക്, ഇതുപോലെ ഉള്ള കാറ്റഗറി ഒഴികെയുള്ള എല്ലാ വെഹിക്കിൾസിനും എൻഹാൻസ്ഡ് കവർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ വെഹിക്കിൾസിന്റെ റേറ്റിംഗ് ഇപ്പൊ പ്രൈവറ്റ് കാറും ടൂ വീലേഴ്സും ക്യൂബിക് കപ്പാസിറ്റി വെച്ചിട്ടാണ് റേറ്റ് ചെയ്യുക. പ്രൈവറ്റ് കാറിന്റെയും ടൂ വീലറിന്റെയും RC എടുത്തു നോക്കിയാൽ അതിനകത്ത് ക്യൂബിക് കപ്പാസിറ്റി എന്നൊരു കോളം ഉണ്ടാവും. അതിന്റെ വലിയ പഴയ ടൈപ്പ് RC ആണെങ്കിൽ RCയുടെ വലതുഭാഗത്ത് ഏറ്റവും താഴെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് കാണാം. ഇപ്പോ വരുന്ന ചെറിയ RC ആണെങ്കിൽ കുറച്ച് പാടുപെടും. കാരണം പല RCക്കകത്തും ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഭാഗത്ത് 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മളുടെ മനോധർമ്മത്തിനനുസരിച്ച് ആ വണ്ടിയുടെ പ്രീവിയസ് ഇൻഷുറൻസിന്റെ പേപ്പർ കിട്ടിയാൽ അതിനകത്ത് കാണും, അല്ലെങ്കിൽ നമുക്കത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും, അല്ലെങ്കിൽ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് ആ വണ്ടിയുടെ വേരിയന്റും മോഡലും പറഞ്ഞ് എത്രയാണ് CC എന്നനുസരിച്ച് ഏറ്റവും കൂടിയ CC ഏതാണോ അതായത് ഒരു നിലയ്ക്കും CC കിട്ടുന്നില്ലെങ്കിൽ ആ ടൈപ്പ് വണ്ടിക്ക് വരുന്ന കൂടുതൽ CC എത്രയാണോ അത് വെച്ചിട്ട് തന്നെ നമ്മൾ പോളിസി അടിച്ചു കൊടുക്കണം. കുറഞ്ഞ CCയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. അതായത് കസ്റ്റമർക്ക് ആദായം ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി CC കുറച്ച് ചെയ്തു കൊടുക്കരുത് എന്നർത്ഥം. അപ്പൊ പോർട്ടലിൽ പോളിസി നമ്മൾ RC നാളെ തന്നെ ഒന്ന് എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ സ്ഥലത്ത് ആ CC കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പോർട്ടലിൽ പോളിസി അണ്ടർറേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓഫീസിൽ കൊടുത്തു ചെയ്യുമ്പോഴും അതിൽ CC കൃത്യമായിട്ട് തന്നെ അറിയണം. അപ്പൊ പ്രൈവറ്റ് കാർ ആണെങ്കിൽ 1000 CC വരെ ഒരു റേറ്റ്, 1000 മുതൽ 1500 CC വരെ അടുത്ത റേറ്റ്, 1500 എബവ് വേറൊരു റേറ്റ്, ഇങ്ങനെയാണ് അതിന്റെ റേറ്റിംഗ് സിസ്റ്റം വരിക. അങ്ങനെ 3 കാറ്റഗറിയാണ് പ്രൈവറ്റ് കാറിനുള്ളത്. ടൂ വീലർ ആണെങ്കിൽ 4 വരും, 75 CC വരെ, 75 to 150 CC വരെ, 150 to 350, എബവ് 350 CC. അങ്ങനെ 4 കാറ്റഗറിയാണ് ടൂ വീലറിനുള്ളത്. ഇതെല്ലാം CC ആണ് നോക്കേണ്ടത്. ഇതിനെല്ലാം ഡിഫറെന്റ് TP പ്രീമിയം ആയിരിക്കും. OD പ്രീമിയം കാൽക്കുലേഷനും ഓരോന്നും വേറെ വേറെ വ്യത്യാസമായിരിക്കും. പ്രീമിയം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഓരോന്നിനും ഏത് രീതിയിലാണ് പ്രീമിയം വരിക എന്നുള്ളത്. ഇതുകൂടാതെ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് മാർക്കറ്റിലുള്ളതാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിളിലാണെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റി എന്ന ഒരു കാര്യമില്ല. അതിൽ എഞ്ചിന് പകരം മോട്ടോറാണുള്ളത്. അപ്പൊ ആ മോട്ടോറിന്റെ പവർ വെച്ചിട്ടാണ് പ്രീമിയം നിശ്ചയിക്കുക. അതിന് കിലോ വാട്ട് എന്നാണ് പറയുക. അതിലും ഇപ്പൊ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിനകത്ത് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ കിലോ വാട്ട് ഹവർ എന്നൊരു സ്പെസിഫിക്കേഷനും അതിനകത്ത് ഉണ്ടാവും. കിലോ വാട്ട് എന്ന് പറയുമ്പോൾ മോട്ടോറിന്റെ പവറും, കിലോ വാട്ട് ഹവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയുടെ പവറുമാണ്. രണ്ടിലും KW എന്ന് ആദ്യം കാണുമ്പോൾ നമ്മളൊക്കെ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അതുണ്ടാവരുത്, വളരെയധികം ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ. സോ നമ്മളത് കൺഫ്യൂസ് ചെയ്യരുത്. ഇലക്ട്രിക് വെഹിക്കിള് പ്രൈവറ്റ് കാർ ആയാലും ടൂ വീലർ ആയാലും അതിലെ കിലോ വാട്ട് പവറിനെ CCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലോജിക് ഉണ്ട്. ടൂ വീലറിനെ സംബന്ധിച്ചിടത്തോളം 3 കിലോ വാട്ട് വരെ 75 CC ആയിട്ടാണ് എടുക്കുക. വേണമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടൂ വീലറിനാണെങ്കിൽ 3 കിലോ വാട്ട് എന്ന് RCയിൽ കണ്ടാൽ അത് 75 CC ബൈക്കായിട്ട് നമ്മൾ കണക്കാക്കണം. 3 കിലോ വാട്ട് വരെ 75 CC. 3 കിലോ വാട്ട് മുതൽ 7 കിലോ വാട്ട് വരെയാണ് കാണുന്നതെങ്കിൽ അത് 75 to 150 CC ആയിട്ട് വേണം കാണാൻ. 3 കിലോ വാട്ട് മുതൽ 7 കിലോ വാട്ട് വരെ ആയാൽ 75 CC to 150 CC. ഇനി 7 കിലോ വാട്ട് ടു 16 കിലോ വാട്ട് അതിൽ ഏതോ 8 കിലോ വാട്ട് വരാം, 9 വരാം, 11 വരാം, 13 വരാം, അങ്ങനെ ഏതുമാണ്. 7 to 16 കിലോ വാട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ 150 CC to 350 CCക്ക് ഇടയിലുള്ള വാഹനമായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. 7 കിലോ വാട്ട് ടു 16 കിലോ വാട്ട് ആവുമ്പോൾ 150 CC to 350 CC ആയിട്ട് വേണം കാണാൻ.
ഇനി എബവ് 16 കിലോ വാട്ട് ആണെങ്കിൽ, എബവ് 16 കിലോ വാട്ട് ആണ് കാണുന്നതെങ്കിൽ അവിടെ 350 cc എബവ് വണ്ടിയായിട്ട് വേണം നോക്കാൻ. കിലോ വാട്ടിനെ ഇക്വലന്റ് cc ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ റേറ്റിംഗ് എടുക്കുന്നത്. പുതിയൊരു ഏജന്റ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ബേസിക്കലി ഒരു ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ ആദ്യം കളക്ട് ചെയ്യേണ്ടത് ആ വണ്ടിയുടെ RC ആണ്. RC കളക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ട വാഹനമാണ് അത് കൊമേഴ്സ്യൽ ആണോ, 2 വീലർ ആണോ, അതോ പ്രൈവറ്റ് കാർ ആണോ, ഇതൊക്കെ നമുക്ക് RC നോക്കിയാൽ കാണും. അതുപോലെ തന്നെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രീവിയസ് പോളിസി. ഇപ്പൊ KYC പ്രീവിയസ് പോളിസി പാക്കേജ് പോളിസിയാണ് നമ്മളെടുത്ത് റിന്യൂ ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കാൻ വരുന്നതെങ്കിൽ പ്രീവിയസ് പോളിസി കമ്പൽസറി ആയിട്ട് ചോദിക്കണം. പരമാവധി അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ IDV നമുക്കൊരു ഫാക്ടറാണ്. കഴിഞ്ഞ വർഷം അതിനകത്ത് LCV എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയണം, ക്ലെയിം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണം. ഇതൊക്കെ അറിയാൻ കഴിയുന്നതും നമ്മൾ ആ പ്രീവിയസ് പോളിസി കൂടി കളക്ട് ചെയ്യണം. തേർഡ് പാർട്ടി ആണെങ്കിൽ നമുക്കത് കമ്പൽസറി അല്ല. അപ്പൊ KYC എന്ന റിക്വയർമെന്റ് കൂടി വന്നിട്ടുണ്ട് 2021 മുതൽ. ഏതൊരു പുതിയ പോളിസി എടുക്കണമെങ്കിലും ഇൻഡിവിജ്വൽ കസ്റ്റമർ നോ യുവർ കസ്റ്റമർ എന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതാണ് ഈ KYC, നോ യുവർ കസ്റ്റമർ. അതിൻ്റെതായ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, ആധാർ, പാസ്പോർട്ട്, ഇത് ഏതെങ്കിലും ഒരെണ്ണം, എല്ലാം കൂടി വാങ്ങണ്ട. ഏതാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആകുമ്പോൾ നമുക്കൊരു സൗകര്യം ഉണ്ട്, അതിന്റെ 1 സൈഡ് മാത്രം മതി. വോട്ടേഴ്സ് ID ആണെങ്കിൽ 2 സൈഡ് വേണം. ആധാർ ആകുമ്പോൾ 2 സൈഡ് വേണം. പാസ്പോർട്ട് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടും ബാക്കും വേണം. അപ്പൊ ലൈസൻസിന് മാത്രമാണ് 2 ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് 1 സൈഡും ബാക്ക് സൈഡും ഉള്ള ഓപ്ഷൻ രണ്ടാമതുണ്ട്. ഏറ്റവും ടോപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് 1 സൈഡ് ഉള്ളതുണ്ട്. അപ്പൊ 1 സൈഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളത് അത് മതി. നമുക്ക് പണി കുറയും, കാര്യം കറക്റ്റ് ആവും. പിന്നെ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് കഴിയുന്നതും നമ്മൾ നോ കൊടുത്തു പോവുക. കാരണം എവിടെയെങ്കിലും ആ പാൻ കാർഡ് വെച്ചിട്ട് അദ്ദേഹം ഒരു പോളിസി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഇത്തവണ അടിക്കുമ്പോൾ പലർക്കും അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാൻ കാർഡ് കമ്പൽസറി അല്ലാത്തടത്തോളം കാലം നമുക്ക് പാൻ കാർഡ് അവിടെ നോ കൊടുത്തിട്ട് പോവാം. പ്രീവിയസ് പോളിസിയും RCയും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ റേറ്റിംഗ് ഫാക്ടേഴ്സും കിട്ടും. അത് വെച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നമുക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ഓഫീസിൽ കൊടുത്തിട്ടാണ് പോളിസി ചെയ്യുന്നതെങ്കിൽ, അതായത് പോർട്ടലിൽ കിട്ടാത്തവരാണെങ്കിൽ അണ്ടർ റൈറ്റർ നമുക്ക് ആ പോളിസി അണ്ടർ റൈറ്റ് ചെയ്ത് അതിന്റെ റേറ്റ് തരും. അത് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ പോളിസിയും കിട്ടും. ഇതൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നും കസ്റ്റമർക്ക് ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും ആസ് ആൻ ഏജന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് ഒരു പ്രത്യേകത. പ്രൈവറ്റ് കാറിന്റെ സിമിലറൈസേഷനായ കാറ്റഗറിയിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ അണ്ടർ റൈറ്റിംഗിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് എൻക്വയറി നമുക്ക് പലപ്പോഴും വരാം. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ അണ്ടറിലല്ല വരുന്നത്. അത് അണ്ടറിൽ വരുന്നില്ല. അത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പാടില്ല. അപ്പോ നമ്പർ ഇല്ലാത്ത അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ വന്നാൽ നമുക്ക് നിസ്സഹായനാവാനേ പറ്റൂ. അയാൾക്കൊരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു RAK എടുത്തു കൊടുക്കാം എന്നല്ലാതെ ആ വണ്ടിക്ക് വേണ്ടി നമുക്കൊരു പോളിസി എടുത്തു കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു സൈക്കിളിന് നമുക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികളുടെ കാര്യം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്പർ പ്ലേറ്റ് ഉണ്ടാവും, പക്ഷെ ആ നമ്പർ പ്ലേറ്റിൽ നമ്പർ ഉണ്ടാവില്ല. അവിടെ വേറെ എന്തോ ആണ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഈ പറയുന്നുണ്ടെങ്കിലും ആ നമ്പർ പ്ലേറ്റിൽ എന്താണ് എഴുതി വെച്ചതെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അടുത്തതായി ഒരു കൺസെപ്റ്റ് ആണ് നോ ക്ലെയിം ബോണസ്. നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ പാക്കേജ് പോളിസികളിൽ 1 വർഷം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പാസ് ചെയ്യണം എന്ന ഇന്ത്യൻ മോട്ടോർ ടാരിഫ് ആക്ടിൽ പറയുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റ് ആണ് ഈ പറയുന്ന നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ NCB എന്ന് പറയും. ആദ്യത്തെ 10 വർഷം ക്ലെയിം ഒന്നും ചെയ്യാതെ പോളിസി കണ്ടിന്യൂ ചെയ്തു. ആദ്യത്തെ 1 വർഷം ക്ലെയിം ഒന്നും ചെയ്യാതെ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 20% ആണ് ഫസ്റ്റ് സ്ലാബ് NCB. അടുത്ത വർഷം അത് 25% ആവും. നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ അത് 35% ആവും. 4th ഇയറിലാണെങ്കിൽ അതുപോലെ തന്നെ അത് 45% ആവും. സപ്പോസ് അവിടെ 4th ഇയറിൽ നമുക്കൊരു ക്ലെയിം വന്നാൽ അത് അതിന്റെ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 35% അല്ല ആവുക, ഡയറക്റ്റ് ആയിട്ട് അത് 0%ലേക്ക് പോകും. അതും നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും തെറ്റായിട്ട് NCB അടിച്ച് പോളിസി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം.
നാലാമത്തെ വർഷം വരുമ്പോ അതിനകത്ത് 45% NCV ഉണ്ടാവും. കഴിഞ്ഞ വർഷം ക്ലെയിം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. നല്ല കസ്റ്റമർ ആണെങ്കിൽ ആ ക്ലെയിം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് താഴെയുള്ള 35 കൊടുക്കും. പാടില്ല അവിടെ അത്. പക്ഷെ പോർട്ടലിൽ അത് നമ്മൾ ആ ക്ലെയിം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ NCV ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവിടെ നോ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. വേറെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അടുത്ത് താഴെയുള്ള 35% കൊടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. സപ്പോസ് അവിടെ 4th ഇയറിൽ ഒരു ക്ലെയിം വന്നാൽ അത് ഈ പറഞ്ഞ പോലെ 35 അല്ല, അവിടെ 0 ആയിട്ട് പോകും. ഡയറക്റ്റ് ആയിട്ട് 0 ആവും. വീണ്ടും ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന രീതിയിലാണ് വരിക. മാക്സിമം 50% വരെയാണ് നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടുക. നോ ക്ലെയിം ബോണസിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോ ക്ലെയിം ബോണസ് ഓഡി പാർട്ടിൽ മാത്രമാണ് അപ്ലൈ ആവുക. EP പ്രീമിയത്തില് യാതൊരുവിധ നോ ക്ലെയിം ബോണസുകളോ NCVയോ അതുപോലെ ഡിസ്കൗണ്ടുകളോ ലഭ്യമല്ല. ഇനി സ്റ്റാൻഡ് അലോൺ പോളിസി. കോർട്ട് ഓർഡർ പ്രകാരം 1/9/2019 മുതലാണ് ഈ ബണ്ടിൽഡ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് മുതലാണ് സ്റ്റാൻഡ് അലോൺ പോളിസികൾ വന്നിട്ടുള്ളത്. ബണ്ടിൽഡ് പോളിസി എന്താന്ന് ഒന്നുകൂടി നമുക്ക് സമ്മറൈസ് ചെയ്യാം. പുതിയ വണ്ടി നിരത്തിൽ ഇറക്കണമെങ്കിൽ 2 വീലറിന് 5 വർഷത്തേക്കും പ്രൈവറ്റ് കാറിന് 3 വർഷത്തേക്കും തേർഡ് പാർട്ടി പോളിസി മാൻഡേറ്ററി ആണ്. അതിനകത്ത് 1 ഇയർ ഓഡി കവർ എടുക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഓഡി കവർ എന്ന് വെച്ചാൽ ഓൺ ഡാമേജ് കവറാണ്. സെക്കൻഡ് ഇയർ തൊട്ട് എടുക്കണമെങ്കിൽ ഓഡി കവർ മാത്രമായിട്ട് സെപ്പറേറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നതാണ് സ്റ്റാൻഡ് അലോൺ ഓഡി അല്ലെങ്കിൽ SA ഓഡി എന്ന് പറയുന്ന കവർ. ആക്ച്വലി ഇത് 1 ഇയറിലേക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് ലിയബിലിറ്റി ഓൺലി കവർ എന്ന് പറയുന്നത് പോലെ സ്റ്റാൻഡ് അലോൺ ഓഡി ഓൺലി. ഇപ്പോ നമ്മളൊരു കസ്റ്റമർ വിളിക്കുകയാണ്. ഒരു 2 വീലർ ഉണ്ടായിരുന്നു, അതിന്റെ പോളിസി തീരാറായി, അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നിങ്ങൾ ആ പോളിസി നോക്കുകയാണ്. അപ്പൊ അതിനകത്ത് 5 വർഷത്തേക്ക് TP അല്ലെങ്കിൽ തേർഡ് പാർട്ടി, അതായത് 2029 വരെ കിടപ്പുണ്ട്, TP പോർഷൻ കിടപ്പുണ്ട്. പക്ഷെ ഓഡി കവർ അടുത്ത ആഴ്ച തീരുന്നു വിചാരിക്കും. അവർക്ക് അത് മാത്രമായിട്ട് റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോളിസിയാണ് സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസി. ഈ സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസിക്ക് ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ. ബേസിക് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ TP പോളിസി മാൻഡേറ്ററി ആയിട്ട് കളക്ട് ചെയ്യണം. അതായത് ലോങ് ടേം പോളിസി എത്ര വർഷത്തേക്ക് ഉണ്ടോ 2029 വരെ ഉണ്ട്. ആ 2029 വരെ TP പോളിസി ഉള്ള കവറേജ് കാണുന്ന ആ പോളിസി കോപ്പി കമ്പൽസറി ആയിട്ട് കളക്ട് ചെയ്യണം. അതായത് മാസ്റ്റർ പോളിസി. അത് കളക്ട് ചെയ്യാതെ നമ്മൾ സ്റ്റാൻഡ് അലോൺ ഓഡി ഒരു കാരണവശാലും കസ്റ്റമർക്ക് അടിച്ചു കൊടുക്കരുത്. TP പോളിസി ലോങ് ടേം ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഓഡി പോളിസി കൊടുക്കാൻ പറ്റുക. സ്റ്റാൻഡ് അലോൺ ഓഡിയെ പറ്റി ഇക്കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസി എപ്പോഴും 1 ഇയറിലേക്ക് മാത്രമായിരിക്കും ഇഷ്യൂ ചെയ്യുക. അതിനകത്ത് ഷോർട്ട് പീരീഡ് കവർ കൊടുത്തിരുന്നില്ല ഇതുവരെ. അത് അണ്ടർലൈൻ ആണ്. ഷോർട്ട് പീരീഡ് കവർ ഇതുവരെ കൊടുത്തിരുന്നില്ല. പക്ഷെ 11/12/2024 ഇറങ്ങിയ ന്യൂ ഇന്ത്യയുടെ സർക്കുലർ പ്രകാരം സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസിയുടെ അവസാന വർഷം റിന്യൂ ചെയ്യുമ്പോൾ TP പോളിസി അവസാനിക്കാൻ എത്ര കാലയളവാണോ ബാക്കി അതിനനുസരിച്ചുള്ള ഷോർട്ട് പീരീഡ് പോളിസി വേണം കൊടുക്കാൻ എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസിയും പോർഷനും TP പോർഷനും ഒരേ ദിവസം തീരണം. അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും മറക്കരുത്. സാധാരണ കൊടുക്കുന്നത് പോലെ 1 ഇയർ സ്റ്റാൻഡ് അലോൺ ഓഡി പോളിസി ലാസ്റ്റ് ഇയർ കൊടുക്കാൻ പാടില്ല. ഇപ്പോ നമ്മളുടെ NCVയുടെ കൺസെപ്റ്റ് പറഞ്ഞു. പാക്കേജ് പോളിസിയിലാണ്. ബണ്ടിൽഡ് പോളിസി ആകുമ്പോൾ 3 വർഷത്തേക്കും 5 വർഷത്തേക്കും ഒക്കെയാണ് നമ്മൾ കവേഴ്സ് വരിക. അതിലെങ്ങനെയാണ് LCV എന്നുകൂടി നമുക്ക് നോക്കാം. പ്രൈവറ്റ് കാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 വർഷം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ 35% LCVക്ക് എലിജിബിൾ ആണ്. ഫസ്റ്റ് ഇയർ ക്ലെയിം ഉണ്ട്, ബാക്കി 2 വർഷം നമുക്ക് ക്ലെയിം ഇല്ലാതിരിക്കുകയും ചെയ്താൽ 25% NCV കിട്ടും. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് 2 ഇയേഴ്സിൽ ക്ലെയിം ഉണ്ടായി, തേർഡ് ഇയറിൽ ക്ലെയിം ഇല്ല, അവിടെ നമുക്ക് കിട്ടുന്ന NCV 20% ആവും. ഫസ്റ്റ് 2 ഇയറിൽ ക്ലെയിം ഒന്നുമില്ല, എന്നാൽ തേർഡ് ഇയറിൽ ഒരു ക്ലെയിം ഉണ്ടായാലോ അവിടെ NCV നമുക്ക് 0% കൊടുക്കാൻ പറ്റും. ഇതാണ് ബണ്ടിൽഡ് പോളിസികളുടെ NCV. അതായത് പ്രൈവറ്റ് കാറിനെ സംബന്ധിച്ച് 3 വർഷം ക്ലെയിം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ 35% NCVക്ക് ആ വണ്ടി അല്ലെങ്കിൽ ആ RC ഓണർ എലിജിബിൾ ആണ്. ഫസ്റ്റ് ഇയർ ക്ലെയിം ഉണ്ടായി, ബാക്കി 2 വർഷം ക്ലെയിം ഇല്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ 25% NCV കൊടുക്കാം. ആദ്യത്തെ 2 വർഷത്തിൽ ക്ലെയിം ഉണ്ടായി,
മൂന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷത്തിൽ ക്ലെയിം ഉണ്ടായി, മൂന്നാമത്തെ വർഷം ക്ലെയിം ഉണ്ടായില്ല, അവിടെ നമുക്ക് 20% കിട്ടും. ആദ്യത്തെ 2 വർഷം ക്ലെയിം ഒന്നും ഉണ്ടായില്ല, എന്നാൽ മൂന്നാമത്തെ വർഷം ഒരു ക്ലെയിം ഉണ്ടായി, അവിടെ NCD 0 ആവും. 2 വീലറിനും ഇതേ ലോജിക്ക് തന്നെയാണ്. ആദ്യത്തെ 5 വർഷം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ 50% വരും. ലാസ്റ്റ് 1 വർഷമാണ് ക്ലെയിം ഉണ്ടായതെങ്കിൽ അത് നേരെ 0% കിട്ടുള്ളൂ. അടുത്തതായി നമുക്ക് മേജറായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ, അതായത് IDV എന്ന് പറയും. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ സം അഷ്യൂർഡ് എന്ന് പറയും, ഫയർ ഇൻഷുറൻസിലാണെങ്കിലും നമ്മൾ അവിടെ സം അഷ്യൂർഡ് എന്ന് പറയും. മോട്ടോറിലാവുമ്പോൾ അത് IDV അല്ലെങ്കിൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് കാണാം. ഒരു കസ്റ്റമറെ അടുത്ത് നമ്മൾ റിന്യൂവലിന് ചെല്ലുമ്പോൾ വണ്ടിയുടെ വാല്യൂ എങ്ങനെയാണ് എടുക്കുക എന്നതൊരു ഫാക്ടറാണ്. നമ്മളിപ്പോ ഷോറൂമിൽ നിന്നൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ 1 ലക്ഷം രൂപയാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻഷുറൻസ് എടുക്കേണ്ടത് അതിന്റെ 95%. എല്ലാ ടാക്സുകളും ചേർത്തിട്ടുള്ളതാണ് എക്സ് ഷോറൂം പ്രൈസ്. അവിടെ ഇൻവോയ്സിൽ TCS ഒരു ടാക്സ് ഉണ്ടാവും, അതായത് ടാക്സ് കളക്ടഡ് സോഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് ഗൈഡ് ലൈൻ പ്രകാരം IDV കാൽക്കുലേഷന് വേണ്ടി എടുക്കണ്ട. അപ്പോൾ 5% ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയറിൽ അപ്ലിക്കബിൾ ആണ്. അതായത് 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് പോളിസിയിൽ IDV ആയിട്ട് വരിക 95,000 രൂപയായിരിക്കും. അതാണ് IDVയുടെ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ. ആ വണ്ടി സെക്കൻഡ് ഇയർ റിന്യൂ ചെയ്യുമ്പോൾ 15% കുറച്ച് അതിന്റെ IDV 85,000 രൂപയായിരിക്കും. തേർഡ് ഇയർ ആണെങ്കിൽ 20% കുറച്ച് 80,000 രൂപയാവും. അത് ഫോർത്ത് ഇയർ ആവുമ്പോൾ 30% കുറച്ച് 70,000, അതിന്റെ അടുത്ത വർഷം 30% കുറച്ച് 70,000, അതിന്റെ അടുത്ത വർഷം 40% കുറച്ച് 60,000, ലാസ്റ്റ് ആവുമ്പോൾ അതിനടുത്ത വർഷം 50% കുറച്ച് 50,000, അങ്ങനെ അത് കുറഞ്ഞു വരും. ഇനി 5 വർഷത്തിന് ശേഷം നമുക്ക് അങ്ങനെ കുറച്ച് പോകണ്ട. അത് എഗ്രീഡ് വാല്യൂ ബേസിസിലാണ് 5-ാം വർഷം മുതൽ നമ്മൾ IDV കാണുക. അതായത് 5 വർഷത്തിന് ശേഷം 50% എബോവ് പോകാത്ത രീതിയിൽ കസ്റ്റമറും കമ്പനിയും തമ്മിലുണ്ടാകുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരമാണ് നമ്മൾ IDV ഫിക്സ് ചെയ്യുക. അത് ഓരോ കമ്പനിയിലും ഓരോ മെത്തേഡ് ആയിരിക്കും. നമ്മളത് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് നമുക്ക് IDV കാൽക്കുലേറ്ററിൽ 10 വർഷം വരെ പഴക്കമുള്ള വണ്ടിയുടെ IDVയിൽ ഒരു അസസ്മെന്റ് കിട്ടും. അതെങ്ങനെയാന്ന് വിചാരിച്ചാൽ HTTPS നമ്മളെ ഒന്നുമില്ല, ഞാൻ അതിന്റെ വെബ്സൈറ്റ് ID അതേപോലെ പറയണില്ല. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് IDV കാൽക്കുലേറ്റർ എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ idv.gi-council.in ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നേരെ ആ ഗൂഗിളിന്റെ അല്ലെങ്കിൽ GI കൗൺസിലിന്റെ കാൽക്കുലേറ്ററിലേക്ക് പോകും. idv.gi-council.in അടിച്ചാൽ കൊടുത്താൽ മതി. അതിനകത്ത് നമുക്ക് ഒരു 7 കോളാണ് ഫില്ല് ചെയ്യാണ്ടാവുക, 7 ഫീൽഡ്. കൊല്ലം, വണ്ടിയുടെ മേക്ക്, മോഡല്, അതിന്റെ വേരിയന്റ്, സ്റ്റേറ്റ്, ഇത്തരം കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഇയർ, അത് മന്തും ഇയറും കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷം വരെ പഴക്കമുള്ള ഒരു 4 വീലർ പ്രൈവറ്റ് കാറിന്റെ IDVയുടെ ഏകദേശം നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. അതിൽ നിന്ന് നമുക്കൊരു 10% കൂട്ടിയോ 10% കുറച്ചോ വേണമെങ്കിൽ നമുക്ക് IDV ഫിക്സ് ചെയ്യാം. ആ രീതിയിലും നമുക്ക് IDV കാണാൻ പറ്റും. അത് ഈ പറഞ്ഞ 5 വർഷത്തിന് ശേഷം. ഇതിനകത്ത് നമ്മൾ ഏജന്റ് ആയാലും അണ്ടർ റൈറ്റേഴ്സ് ആയാലും എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ലാസ്റ്റ് ഇയർ IDVയിൽ നിന്നും ഒരു 10% നമുക്ക് കുറച്ച് വെക്കാം. അതായത് ഈ പറഞ്ഞ റേറ്റിനോട് ഏകദേശം കോയിൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും നമുക്കത് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ IDV 5 ലക്ഷമാണ് ഒരു വണ്ടിയുടെ, നമുക്ക് ഇത്തവണ അത് റിന്യൂ ചെയ്യാൻ വന്നു. ആ 5 ലക്ഷത്തിൽ നിന്ന് നമുക്കൊരു 10% കുറച്ച് 4 ലക്ഷമാക്കിയിട്ട് വേണമെങ്കിൽ IDV കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ പോളിസി അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ആസ് ആൻ ഏജന്റ് ഒരു കസ്റ്റമർ നമുക്കൊരു വണ്ടിയുടെ പ്രൊപ്പോസൽ തന്നു, അതിന്റെ RC കളക്ട് ചെയ്തു, വണ്ടി കാറ്റഗറി ഏതാണെന്നൊക്കെ മനസ്സിലാക്കി, വണ്ടിയുടെ CC എത്രയാണെന്ന് അതും നോക്കി, പ്രീവിയസ് പോളിസി എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്ന IDVയിൽ നിന്നും ഒരു 10% കുറച്ച്, ഈ പറഞ്ഞതുപോലെ അത് 90,000 ആണെങ്കിൽ 10% കുറച്ച് 81,000 എന്നാക്കി നെക്സ്റ്റ് ഇയർ IDV ആയി കണ്ട് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം അത് ഓഫീസ് പറഞ്ഞിട്ട് ആ IDV സഫീഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഓഫീസിന് അപ്രൂവൽ തരും. എന്നാൽ അതൊരു റൂൾ ഓഫ് തമ്പാണ്, നമുക്ക് എളുപ്പത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാമെന്ന് മാത്രം.
പക്ഷെ ഓഫീസിൽ ഒരു കൺഫർമേഷൻ വാങ്ങിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി വർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഈ IDVയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് പോളിസിയിൽ നമ്മൾ സമ്മഷ്യൂർഡ് എന്നാണ് പറയാ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫയറും ഹെൽത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മഷ്യൂർഡ് എന്ന് പറയും. സപ്പോസ് വണ്ടിക്ക് എന്തെങ്കിലും വലിയൊരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടന്നു, ടോട്ടൽ ലോസ് ആയി, അത് അങ്ങനെ ടോട്ടലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനിയുടെ മാക്സിമം ലിയബിലിറ്റി ആണ് ഈ IDV എന്ന് പറയുന്നത്. അതാണ് കമ്പനിയുടെ പരമാവധി ബാധ്യത. IDV ഒരിക്കലും കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കൂടി പോകാനും പാടില്ല. IDV പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഇൻഷുറൻസ് സെഗ്മെന്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ അതൊന്ന് വയലേറ്റ് ചെയ്തിട്ട് പോകരുത്. അതായത് ഇഷ്ടമുള്ള IDV എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കുക. ഈ കച്ചവടക്കാരൊക്കെ വരുമ്പോൾ IDV കണ്ടമാനം കുറച്ച് പേരിനൊരു പോളിസി അടിച്ച് കസ്റ്റമർക്ക് ആ വണ്ടി സെയിൽ ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അവര് പറയുന്ന IDV വെച്ച് ഒരു കാരണവശാലും നമ്മൾ പോളിസി അടിച്ചു കൊടുക്കരുത്. അത് മാർക്കറ്റ് വാല്യൂ ബേസിസിൽ തന്നെ ആയിരിക്കണം. അതായത് 2017 ഒരു സ്വിഫ്റ്റ് പ്രൈവറ്റ് കാറാണ് വെക്കുക, കസ്റ്റമർക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഒരു 50,000 രൂപ വെച്ച് നമ്മളൊരു പോളിസി അടിച്ചു കൊടുത്തു. ആ വണ്ടിക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ വില ഉണ്ടാവും ആ സമയത്ത്. ഈ വണ്ടി ആക്സിഡന്റ് ആയി, അതിനൊരു ഡാമേജ് സംഭവിച്ചു. സർവേസ് നോക്കുന്നത് അത് ടോട്ടൽ ലോസിലേക്ക് പോകുന്നുണ്ടോ എന്നായിരിക്കും. അപ്പൊ IDVയുടെ 75% മുകളിലായി കഴിഞ്ഞാൽ അത് എന്തായാലും ടോട്ടൽ ലോസ് ആവും. അപ്പൊ IDV സെറ്റിൽ ചെയ്തിട്ട് കമ്പനി അതിൽ നിന്നുള്ള ലിയബിലിറ്റിയിൽ നിന്നാണ് പിന്മാറും. എന്നിട്ട് കമ്പനി അത് സ്ക്രാപ്പായിട്ട് വിൽച്ചു. അപ്പൊ 3 ലക്ഷം രൂപയുള്ള വണ്ടിയാണെന്ന് ഓർക്കണം. അവിടെ എന്തുണ്ടാവും? കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കും, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും. അപ്പോ IDV ഫിക്സേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. IDV പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ, അതായത് തീരെ കുറഞ്ഞു പോയാലും ഒരുപാട് കൂടി പോയാലും അതുമൂലം ഇൻഷുറൻസിലുള്ള ബെനിഫിറ്റ് നഷ്ടപ്പെടും. അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും, ഒരു സ്വൈരവും നമുക്കുണ്ടാവില്ല, കമ്പനി അത് പ്രശ്നത്തിലാവും. ഇനി അടുത്തത് മിസലേനിയസ് കാറ്റഗറിയിലുള്ള വെഹിക്കിളാണ്. എക്സ്കവേറ്റേഴ്സ്, ആംബുലൻസ്, ഇതൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരിക. അത് മാർക്കറ്റിൽ എത്ര വൈഡായിട്ട് വരുന്ന ഒരു സാധനമല്ല. ഇനി അഥവാ വരികയാണെങ്കിൽ അത് നമുക്ക് ഓഫീസിനെ അപ്രോച്ച് ചെയ്ത് ഇൻഷുർ ചെയ്യാവുന്നതാണ്. നമുക്ക് പോർട്ടലിൽ ആ പോളിസി ചെയ്യാനാവില്ല. പിന്നെ നേരത്തെ മിസലേനിയസ് കാറ്റഗറി ആയിരുന്ന ട്രാക്ടേഴ്സ്, അതായത് അഗ്രികൾച്ചറിന് അല്ലാതെ ഉപയോഗിക്കുന്ന ട്രാക്ടേഴ്സ്, അതുപോലെ ഡംപേഴ്സ്, മിൽക്ക് വാൻ, ഓയിൽ ആൻഡ് പെട്രോൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ടാങ്കേഴ്സ്, ടിപ്പർ, റെഫ്രിജറേറ്റർ, അതായത് പ്രീ കൂളിംഗ് യൂണിറ്റ്, ഇവയെല്ലാം ഇപ്പോ ഗുഡ്സ് കാരിയിങ് വെഹിക്കിൾസ് ആയിട്ട് വേണം ഇൻഷുർ ചെയ്യാൻ. അത് മിസലേനിയസ് കാറ്റഗറി ആയിരുന്ന ആ രീതി മാറി ഇപ്പോ അത് ഗുഡ്സ് കാരിയർ വെഹിക്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇൻഷുർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാറ്റഗറി മാറിക്കഴിഞ്ഞാൽ അവിടെ ക്ലെയിം വരുന്ന സമയത്ത് പണിയാവും. അതുപോലെ തന്നെയാണ് നമുക്ക് NCB ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു വണ്ടിയിൽ 50% NCB എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി വിൽക്കുന്നു, പുതിയൊരു വണ്ടി എടുക്കുന്നു. ഇപ്പോഴുള്ള NCB പുതിയ വണ്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ വിഹിതം തിരിച്ചടച്ച് ഓഫീസിൽ നിന്നും NCB സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്താൽ മതി. ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. NCB സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ടാവും. വേറൊരു കേസിൽ ആ 3 വർഷത്തിന്റെ ഉള്ളിൽ അയാൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ NCB അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രീമിയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും പറ്റും. ഈ NCB സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ട് ഈ കസ്റ്റമർ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രീമിയം കുറച്ച് ആ കസ്റ്റമർക്ക് ഒരു പുതിയ വണ്ടിയുടെ ബണ്ടിൽഡ് പോളിസി നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കേസിൽ കൂടി NCB ട്രാൻസ്ഫർ ആവും. അതായത് ഒരു ഇൻഷൂർഡ് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ ഹയേഴ്സിന് NCB ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുക്കാൻ പറ്റും. അടുത്തതായി മോട്ടോർ പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു വണ്ടി ഒരു കസ്റ്റമറുടെ പേരിലാണ്, അയാളത് വേറൊരാൾക്ക് വിറ്റു. സെയിൽ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? RTOയിൽ പോയി RC അത് വാങ്ങി അയാളുടെ പേരിലേക്ക് മാറും. RC മാറിയ ഡേറ്റ് തൊട്ട് 14 ദിവസങ്ങൾക്കകം നമ്മളെ ആ ഇൻഷുറൻസും ട്രാൻസ്ഫർ ചെയ്യാം. 14 ദിവസങ്ങൾക്കകം ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻഷുറൻസ് അവർക്ക് ഒരു ക്ലെയിം വന്നാൽ ഇൻഷുറൻസ് കിട്ടില്ല. മാത്രമല്ല, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കമ്പനി വാഹനം ഇൻസ്പെക്ഷന് ഇൻസിസ്റ്റ് ചെയ്യും. പിന്നെ തേർഡ് പാർട്ടി പോളിസി ആണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. ഈവൻ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ പോലും കോർട്ടിന്റെ ഇടപെടൽ മൂലം തേർഡ് പാർട്ടി ക്ലെയിം വന്നാൽ കൊടുക്കണം എന്നാണ് നിയമം. പക്ഷേ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് എന്നാണ് പറയാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യണം.
ഇതിലിടയ്ക്കൊരു നമ്മളൊരു ഏജൻസി സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി RC ഇൻഷുറൻസ് അടിച്ചു കൊടുത്തു, അയാള് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു, ഇൻഷുറൻസ് മാറിയില്ല. പക്ഷെ RTOയുടെ സൈറ്റില് ഓണർഷിപ്പ് മാറിയതായിട്ട് കിടന്നതിന്റെ പിറ്റേ ദിവസം ഈ വണ്ടി ആക്സിഡന്റ് ആയി. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിനോ അതിലോ എന്തോ പോയി ഇടിച്ചതാണ്. ആ വണ്ടിക്ക് നമുക്ക് ക്ലെയിം വാങ്ങി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ ഇൻഷുറൻസ് മാറ്റാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മള് ഇൻഷുറൻസ് അടിച്ചു കൊടുക്കുമ്പോ തന്നെ വെറുതെ ഒരു വാചകം കൂടി അയാളുടെ മനസ്സിലേക്ക് കൊടുക്കുക. വണ്ടി നിങ്ങള് വിൽക്കാനോ അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് പറയാതെ പോകരുത്, അല്ലെങ്കിൽ മറക്കരുത്. അത് നിർബന്ധമായിട്ടും പറയണം. ഇങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്, അപ്പൊ അതിന് വേണ്ട സർവീസും അതിന്റെ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം, നിങ്ങളൊരു വിവരം തന്നാൽ മതി എന്നൊരു രീതിയിൽ നമുക്ക് ആ കസ്റ്റമർക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് മറക്കരുത്. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വെഹിക്കിളില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊമേഴ്സ്യൽ വെഹിക്കിളിൽ മാത്രമുള്ള ഒരു എക്സ്ക്ലൂഷനാണ് IMT-21. IMT-21 എന്ന് പറയുമ്പോൾ ലാമ്പ്, ടയറ്, ട്യൂബ്, മഡ്ഗാർഡ്, ബോണറ്റ്, സൈഡ് പാർട്സ്, ഹെഡ്ലൈറ്റും പെയിന്റും, ഇത്രയും സാധനങ്ങൾ പ്രൈവറ്റ് കാർ ആയാലും ടൂ വീലർ ആയാലും അതിന്റെ ഡാമേജ് വന്ന കമ്പനി അതിനകത്ത് ഡിപ്രിസിയേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ച് കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യും. പക്ഷെ കൊമേഴ്സ്യൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്ക് 50% ഡിഡക്ഷൻ അപ്ലിക്കബിൾ ആണ്. IMT-21 പ്രകാരം ഇത്രയും സാധനങ്ങൾ കവേർഡ് അല്ല. പക്ഷെ IMT-23 വെച്ച് നമുക്ക് ഈ സാധനങ്ങൾ കവർ ചെയ്യാം. അവിടെ 50% ഡിഡക്ഷൻ വരും. അതായത് 25% ഈ IMT-23 വെച്ച് ആ സാധനങ്ങൾക്ക് നമുക്ക് കവറേജ് വാങ്ങിക്കൊടുക്കാൻ പറ്റും. വളരെ ചെറിയ ഒരു പ്രീമിയം അതിനകത്ത് വരുള്ളൂ. ബേസിക്കലി ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ IMT-23 പ്രകാരം ഇത്രയും സാധനങ്ങൾ കവേർഡ് ആണ് എന്ന് ആ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ IMT-23 ആഡ് ചെയ്തിട്ട് വേണം ആ പോളിസി ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ. ഗുഡ്സ് വാഹനങ്ങൾക്കും പാസഞ്ചർ വാഹനങ്ങൾക്കുമാണ് ഇത് അപ്ലൈ ചെയ്യുക. അതുപോലെ ലൈൻ ബസ്സുകൾക്ക് പെർമിറ്റില് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് പുറമെ സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി എന്നൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. സീറ്റിംഗ് കപ്പാസിറ്റി 30, സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി 10 എന്നാണ് കാണുന്നതെങ്കിൽ പോളിസി അടിക്കുമ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി ടോട്ടൽ 40 എന്ന് തന്നെ കാണിച്ചിരിക്കണം. അവിടെ വ്യത്യാസം വരുത്തി പോളിസി അടിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട് ഇവിടെ ലൈൻ ബസ്സുകാര് കണ്ടമാനം നമ്മളുടെ പുറകെ വരാറുണ്ട്. അങ്ങനെ അടിച്ചു കൊടുക്കുന്ന മറ്റു പല കമ്പനികളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് വരിക. ഒരു കാരണവശാലും അത് നമ്മൾ ചെയ്തു കൊടുക്കരുത്. 10 പേരെ കുറച്ചാൽ, സാധാരണ ലൈൻ ബസ് ആണെങ്കിൽ അതിനകത്ത് 11 സീറ്റിംഗ് കപ്പാസിറ്റി സ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. ഈ 11 ആളുടെ പ്രീമിയം കുറയുക എന്ന് പറഞ്ഞാൽ ഏകദേശം 10-13,000 രൂപയോളം പ്രീമിയത്തിൽ വ്യത്യാസം വരും. അവർക്ക് ആ 13,000 ലാഭം കിട്ടും. പക്ഷെ അവിടെ വലിയൊരു റിസ്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ. നമുക്കത് പറ്റില്ല, അങ്ങനെയാണെങ്കിലേ ചെയ്യൂ എന്ന് പറയണം. പക്ഷെ പല RTOകളും ആ വണ്ടി ഫിറ്റ്നസിന് വേണ്ടി ചെല്ലുമ്പോൾ ഈ പോളിസി പേപ്പർ നോക്കിയിട്ട് അതിനകത്ത് സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഇല്ല എന്നാണ് അടിച്ചതെങ്കിൽ അവിടുന്ന് മടക്കി വിട്ട് ആ പ്രീമിയം കൂടി അടച്ചു വരാൻ പറയുന്നത് കുറെ ആശ്വാസകരമാണ്. പക്ഷെ എല്ലാ RTOകളിലൊന്നും ഇപ്പോഴും അത് അങ്ങനെ മാൻഡേറ്ററി ആയിട്ടില്ല. പൈസയുടെ പുറത്ത് അല്ലെങ്കിൽ RTO ഏജന്റുമാരുടെ സ്വാധീനത്തിന്റെ മേലെ അത് ചെയ്തു പോകുന്നു. അപ്പൊ പാസഞ്ചർ ബസ്സുകളുടെ പോളിസി ഇഷ്യൂ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആ പെർമിറ്റ് കളക്ട് ചെയ്യണം. RC മാത്രം നോക്കിയാൽ പോരാ. RCക്കകത്ത് സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി കാണില്ല. പുതിയ RCക്കകത്ത് വരുന്നുണ്ട്. പെർമിറ്റിലെ യാത്രക്കാരുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ പ്രീമിയം വാങ്ങേണ്ടത്. പാസഞ്ചർ ക്യാരിയിങ് വെഹിക്കിളില് CC കൂടാതെ ഉള്ള റേറ്റിംഗ് ഫാക്ടറാണ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ വെഹിക്കിൾ. കൊമേഴ്സ്യൽ വെഹിക്കിൾ എല്ലാത്തിനും ക്യാരിയിങ് കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ്സ് ക്യാരിയിങ് വെഹിക്കിൾ ആണെങ്കിൽ GVW അനുസരിച്ചാണ് പ്രീമിയം റേറ്റ്, അതായത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് അതിന് പറയാം. ക്യാരിയിങ് കപ്പാസിറ്റി പോലെ തന്നെ GVW നമുക്ക് RC കിട്ടും. അതുപോലെ തന്നെ ബ്രേക്കിന് ഇൻഷുറൻസ്, അതായത് നമ്മുടെ അടുക്കള ഒരു ഇൻഷുറൻസ് വന്നു, പാക്കേജ് ഇൻഷുറൻസ് ആണ്. 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോളിസിയാണ്. നോക്കുമ്പോൾ പോളിസി തീർന്നിട്ട് ഒരാഴ്ചയായി. അത് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ ബ്രേക്കിന് ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പൊ ബ്രേക്കിന് ഇൻഷുറൻസ് ആണെങ്കിൽ അത് ഇൻസ്പെക്ഷൻ ചെയ്യണം. അതിന് ഡാമേജസ് ഒന്നും ഇല്ലെങ്കിലേ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാനും പറ്റും. ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള ഒരു പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊന്നും നമുക്കത് ഉണ്ടായിരുന്നില്ല. അപ്പോ പോർട്ടലിലുള്ള എല്ലാ ഏജൻസിനും ഇന്റർമീഡിയറി ആപ്പ് വഴി ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഓഫീസിൽ നിന്നും അപ്രൂവൽ വാങ്ങിയിട്ട് വേണം പോളിസി ഇഷ്യൂ ചെയ്യാൻ.
ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോട്ട് വരും. ആ കോട്ട് നമുക്ക് ഓഫീസിൽ പറഞ്ഞു കൊടുത്തിട്ട് ആപ്പ് വഴി ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയാണ് കോട്ട്, അതിന്റെ IDV ഇത്ര, അതിന്റെ ഡിസ്കൗണ്ട് ഇത്ര കൊടുക്കണം, NCB ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനം, അതുപോലെ പ്രീമിയം ഇത്രയാണ് കൂട്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്, ആ പ്രീമിയത്തിന് അത് അപ്രൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ മെസ്സേജ് അയക്കാറുള്ളത്. എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ അത് ആ ഓഫീസിൽ ഇരിക്കുന്നവർക്കും സൗകര്യമാണ്, പെട്ടെന്ന് അത് ഇഷ്യൂ ചെയ്ത് തരാൻ പറ്റും. അതുപോലെ മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റില് ആ വണ്ടി നമ്പർ വെക്കുക, എന്നിട്ട് 2 വീലർ ആണോ പ്രൈവറ്റ് കാർ ആണോ കൊമേഴ്സ്യൽ ആണോ എന്നുള്ള കാറ്റഗറിയും കൂടി അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവരുടെ സഹായം നമുക്കും എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു മാർഗം ആയിട്ട് അത് കണ്ടാൽ മതി. തേർഡ് പാർട്ടി ആണെങ്കിൽ ആസ് ഓഫ് നൗ ഇൻസ്പെക്ഷൻ മാൻഡേറ്ററി അല്ല. തേർഡ് പാർട്ടി പോളിസി റിന്യൂ ചെയ്യണമെങ്കിൽ ഈവൻ ബ്രേക്ക് ആയാൽ പോലും ഇൻസ്പെക്ഷൻ കമ്പനികൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി പാക്കേജ് പോളിസി ആണെങ്കിൽ 100% ഇൻസ്പെക്ഷൻ ഈ പറഞ്ഞതുപോലെ നിർബന്ധമാണ്. അതുപോലെ തന്നെ പാക്കേജ് പോളിസി എത്ര നാൾ വരെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. ജനറലി കൊടുക്കുന്നത് 15 ഇയേഴ്സ് വരെയാണ്, അതായത് 15 വർഷം. അതിന് മുകളിൽ ഒരു 5 ഇയേഴ്സ് കൂടി നമുക്ക് വാലിഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ അണ്ടർ റൈറ്റിംഗ് ഓഫീസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് പാക്കേജ് കവേഴ്സ് ന്യൂ ഇന്ത്യ ഇപ്പോ ഓഫർ ചെയ്യുന്നില്ല. തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ അത് നമുക്ക് പോർട്ടലിൽ അണ്ടർറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഓഫീസിനെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓഫീസിൽ നിന്ന് നമുക്ക് അത് അപ്രൂവ് ചെയ്ത് കിട്ടും. അതുപോലെ മിസലേനിയസ് വെഹിക്കിൾസും പോർട്ടലിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ന്യൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷവർലെ, ഫോർഡ്, ഹാർലി ഡേവിഡ്സൺ എന്നിവ ഒബ്സലേറ്റ് മോഡൽസ് ആയി തിരിച്ചിട്ടുണ്ട്. ഷവർലേക്കും ഹാർലി ഡേവിഡ്സണും നമ്മൾ പാക്കേജ് പോളിസി കൊടുക്കില്ല. ഫോർഡിന് നമ്മൾ പാക്കേജ് കൊടുക്കും, പക്ഷെ പലപ്പോഴും ഡിസ്കൗണ്ട് 0% to 30% റെസ്ട്രിക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ തന്നെ അടച്ച അല്ലെങ്കിൽ നമ്മളൊരു ഏജന്റ് അടച്ച പോളിസിയാണ് ഈ ഫോർഡിന്റെതെങ്കിൽ ഈ വർഷം വരെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് അവിടെ 30% അപ്ലിക്കബിൾ ആണ്. അതല്ല ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് 0% വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യിച്ചിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഉള്ള വണ്ടിയാണ്, അത് വാങ്ങാനുള്ള ശ്രമം നടത്തണം. 0 ആണ് കൊടുക്കാൻ പറ്റുക. അപ്പുറത്ത് 60 കിട്ടും, അല്ലെങ്കിൽ 85 കിട്ടും, അല്ലെങ്കിൽ 90 കിട്ടും എന്നും പറഞ്ഞ് അയാളെ ആ വഴിക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമം അല്ല നമ്മൾ നടത്തേണ്ടത്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളത്. ന്യൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല പോളിസികൾക്കും ഈ ഗ്രിഡ് ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ആണ്. അതായത് ഒന്നാമത്തെ മാരുതിയുടെ വെയ്ക്ക്, മോഡല്, ഇയർ, അതിന്റെ CC, ടൈപ്പ് ഓഫ് ഫ്യൂവല് എന്നിവയൊക്കെ വെച്ചിട്ട് ഡിസ്കൗണ്ട് ഉണ്ട്. അത് സിസ്റ്റം ബേസ്ഡ് ഡിസ്കൗണ്ട് ആണ്. ഓഫീസിൽ നിന്ന് പോലും അത് ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്രയാണോ പോർട്ടലിൽ കാണുന്നത് അതേ ഡിസ്കൗണ്ട് തന്നെയാണ് അത് ഓഫീസിലും കിട്ടുള്ളൂ. ആ ഡിസ്കൗണ്ട് മാരുതിക്കും അപ്ലിക്കബിൾ ആണ്. ഇനി MG മോഡൽസിനും ഇതേപോലെ തന്നെ ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ആണ്. ഇനി ഒരു പോളിസി ചെയ്യണമെങ്കിൽ അത് നമ്മളിപ്പോ സാധാരണ കണ്ടുവരാറുള്ളതാണ്. ആ കമ്പനി അല്ലെങ്കിൽ ഷോറൂമിൽ അത്ര ഡിസ്കൗണ്ട് ഉണ്ട്, നമുക്കതില്ല. അത് ഈ പറഞ്ഞ ഗ്രിഡ് ഡിസ്കൗണ്ടിന്റെ ആ ഒരു റെസ്ട്രിക്ഷൻ കാരണമാണ് അത് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. ഒരു പോളിസി ചെയ്യണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൾറെഡി റണ്ണിങ് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് തമ്പിട് അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ ചെയ്താൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്തത് വീണ്ടും നോക്കാം. അതല്ല കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് പ്രതികരിക്കാം. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഒരു പോളിസി ചെയ്യണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ആൾറെഡി റണ്ണിംഗ് ആയിട്ടുള്ള ഒരു 2 വീലറോ പ്രൈവറ്റ് കാറോ നമുക്ക് ചെയ്യണമെങ്കിൽ RC കോപ്പി, പ്രീവിയസ് ഇൻഷുറൻസിന്റെ കോപ്പി, ഒപ്പം ഒരു പ്രൊപ്പോസലും ഫില്ല് ചെയ്താല് പ്രോപ്പറായി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. എന്തൊക്കെ? RC കോപ്പി വേണം, പ്രീവിയസ് ഇൻഷുറൻസിന്റെ കോപ്പി വേണം, ഒപ്പം ഒരു പ്രൊപ്പോസൽ കമ്പൽസറി ആയിട്ട് വേണം. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാം. അതേസമയം കൊമേഴ്സ്യൽ വാഹനമാണെങ്കിൽ അവിടെ പെർമിറ്റ് എന്നൊരു ഫാക്ടർ കൂടി വരും. പ്രൈവറ്റ് കാർ 2 വീലറിന് 15 വർഷത്തെ പെർമിറ്റാണ് ഉണ്ടാവുക. കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ്, പെർമിറ്റ് എന്നീ കാര്യങ്ങൾക്ക് ഓരോ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചും അത് നമുക്ക് ചെക്ക് ചെയ്യണം. എല്ലാ ഫ്രഷ് പോളിസികൾക്കും പ്രൊപ്പോസൽ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്നതാണ് IRDA ഗൈഡ് ലൈൻസ്. നമ്മൾ ഓഫീസിൽ നിന്ന് പ്രൊപ്പോസൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഓഫീസിൽ നിന്ന് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞതാണെന്നല്ല, IRDA റൂളാണത്. അതനുസരിച്ചാണ് ഓഫീസിൽ നിന്ന് നമ്മളോട് അത് കമ്പൽ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയാൻ കാരണം.
പോർട്ടലിൽ പോളിസി ഇഷ്യൂ ചെയ്താലും ഓഫീസിൽ നിന്ന് പറയുന്ന ടൈം ലൈനിൽ നമ്മൾ പ്രൊപ്പോസൽ ഫില്ല് ചെയ്ത് RC, പ്രീവിയസ് പോളിസി കോപ്പി എന്നിവ നമ്മൾ ബാക്ക് ഫയൽ ആയിട്ട് സെറ്റ് ചെയ്ത് സ്റ്റാപ്ലർ അടിച്ചിട്ടോ അത് പേസ്റ്റ് ചെയ്തിട്ടോ നമ്മൾ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. അത് അവരവിടെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നോക്കിയാൽ കാണാം, അവർ സ്റ്റോർ റൂമിൽ അത് ബൈൻഡ് ചെയ്ത് കെട്ടുകളാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ഘട്ടം കഴിയുമ്പോൾ അതെല്ലാം കൂടി അവരെടുത്ത് ROക്ക് കൊടുക്കും. ROന്ന് അത് ഒരു കസ്റ്റോഡിയൻ ഉണ്ട്, കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ആ കസ്റ്റോഡിയൻ അത് അവരുടെ ഗോഡൌണിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. അത് ഇത്ര കാലം വരെ അവിടെ ഉണ്ടാവും. അതിനുശേഷം പിന്നെ അത് ഡിസ്പോസ് ചെയ്യുക ചെയ്യും. അതാണ് നമ്മളെ പ്രൊപ്പോസലിന്റെ ഒരു രീതി. അതുപോലെ പുതിയ വണ്ടിയാണെങ്കിൽ അവിടെ പ്രീവിയസ് പോളിസി ഇല്ല, RC കോപ്പി ഇല്ല. അവിടെ നമുക്ക് ഇൻവോയ്സ് കോപ്പി ഒരു പ്രൊപ്പോസൽ മാത്രമാണ് വേണ്ടത്. ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ആ വണ്ടി ബില്ല് ചെയ്ത ടാക്സ് ഇൻവോയ്സ്, അത് ടാക്സ് ഇൻവോയ്സിൽ ആ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടാവും, അതിന്റെ എഞ്ചിൻ നമ്പർ ഉണ്ടാവും, ചേസ് നമ്പർ ഉണ്ടാവും, അത് ആർക്കാണ് വിറ്റത് എന്നുള്ളത് നോക്കി അതിലെ ആ ആളുടെ അഡ്രസ്സും കാര്യങ്ങളും അതും ഉണ്ടാവും. അതും പ്രൊപ്പോസൽ ഫോമും ഫില്ല് ചെയ്താൽ നമുക്ക് പുതിയ വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റും, ഒരു ബണ്ടിൽഡ് പോളിസി എടുത്തു കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടിയെ സംബന്ധിച്ച് നമുക്ക് NCV സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി സബ്മിറ്റ് ചെയ്താൽ ആ ബോണസും അതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയും. ഇനി ബണ്ടിൽഡ് പോളിസി എടുത്തു കൊടുക്കാൻ ആരെങ്കിലും വന്ന് നിങ്ങൾ അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോങ് ടേം തേർഡ് പാർട്ടി പോർഷന്റെ ഒപ്പം അതേ ലോങ് ടേം CPA കവറേജും കൂടി കൊടുക്കാൻ മറക്കരുത്. RC ഓണറുടെ കവറേജ് കൂടി തേർഡ് പാർട്ടി പോർഷന്റെ അതേ കാലയളവ് കൊടുക്കാൻ മറന്നുപോരാ. ഓടി ഒരു 1 ഇയറും കൊടുത്താൽ മതി. അതിനി മാറാൻ പോവുകയാണ്. അതായത് 3 വർഷത്തേക്കാണ് പ്രൈവറ്റ് കാർ എങ്കിൽ 3 വർഷത്തേക്ക് തേർഡ് പാർട്ടി, 3 വർഷത്തേക്ക് ഓടി വീണ്ടും April 1 മുതൽ തിരിച്ചു വരാൻ പോവുകയാണ്. അതുപോലെ 2 വീലറും ഫുള്ളായിട്ട് വരിക. നമുക്ക് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മളെ എഫക്ട് ചെയ്യും. അത് നമുക്ക് വരുമ്പോൾ ആ സമയത്ത് നോക്കാം. മാറ്റം എന്തായാലും വേണം, അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. പിന്നെ ആസ് ആൻ ഇൻഷുറൻസ് ഇന്റർമീഡിയറി ഇൻഷുറൻസിൽ എന്താണ് കോമൺ ആയിട്ട് നടക്കുന്ന ഫ്രോഡ് എന്നുകൂടി നമ്മളൊന്ന് അവൈലബിൾ ആയിരിക്കണം. അതായത് ബേസിക്കലി മോട്ടോർ ഇൻഷുറൻസിൽ വരാൻ സാധ്യതയുള്ള ഫ്രോഡ് എന്താന്ന് വെച്ചാൽ ആക്സിഡന്റിന് ശേഷം വന്ന് പോളിസി എടുക്കും. ആക്സിഡന്റ് ആയിട്ടുണ്ടാവും വണ്ടി, വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വിശ്വാസപ്പെട്ട കസ്റ്റമർ ആയിരിക്കും വന്ന് നമ്മളോട് അടക്കാൻ പറഞ്ഞാൽ നമ്മളത് അടച്ചു കൊടുക്കും. ക്ലെയിം രജിസ്റ്റർ ചെയ്യും. ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സർവേയർ പോയി നോക്കും. സർവേയർ പോയി നോക്കുമ്പോൾ ഇൻഷുറൻസ് അടയ്ക്കുന്നതിന് മുമ്പേ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. ആദ്യം ഏജന്റിന്റെ കഴുത്തിന് പിടിക്കും, അതിനുശേഷം കസ്റ്റമർ അടുത്ത് കമ്പനി പോകുള്ളൂ. അപ്പോ നമ്മളായിട്ട് നമ്മളെ തല്ലാനുള്ള വടി വെട്ടിക്കൊടുക്കരുത് എന്നുള്ളതാണ്. 100% ശ്രദ്ധിച്ചിട്ടും നമ്മളെ മുന്നിലുള്ളവൻ അത്ര വിശ്വസ്തനാണ് എന്ന ഒരു ധാരണയോടും കൂടി നമ്മൾ അത് കൈകാര്യം ചെയ്യരുത്. നമ്മളൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. ഒരു തവണ പറ്റി, പിന്നീട് അത് പറ്റാതെ നോക്കിയിട്ടുണ്ട് ഇത്രയും കാലം. ആ ഒരു ചുടുവെള്ളത്തിൽ വീണ അനുഭവം കൂടി പറയാം. അപ്പോ ഇന്റർമീഡിയറ്റ് ആപ്പ് വഴി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ വണ്ടി നമ്പർ, എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ശരിക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വിടാൻ. അതുപോലെ തന്നെ IDVയിൽ ഇൻഷുർ ചെയ്യുന്നതും പൊട്ടൻഷ്യൽ ഫ്രോഡിനുള്ള ഒരു ചാൻസ് ആണ്. അങ്ങനെ IDV കൂട്ടി ടോട്ടൽ ലോസ് ആക്കിയിട്ട് കമ്പനിയിൽ നിന്നും വലിയ തുക തട്ടിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ, അതായത് അവന്യൂ ജനറേറ്റ് ആവും. നമ്മൾ അത് ശ്രദ്ധിക്കണം. കണ്ടമാനം, അതായത് വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് ആ അച്ഛനെ തല്ലിക്കൊന്ന് ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു മകന്റെ കഥ 4 ദിവസം മുമ്പ് നമ്മൾ ഇപ്പൊ പത്രത്തിലൂടെ, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതാണ്. അതേപോലെ എൻഡില് IDV ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടി കത്തിക്കാൻ അയാൾക്ക് ഒരു എന്താ പറയാ ഒരു ഉന്മേഷം കൂടും. അതാണ്. അതുകൊണ്ട് ശരിക്കും വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നടത്താൻ. നമ്മുടെ ഭാഗത്ത് 100% ശ്രദ്ധ കൃത്യമായിട്ട് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കൊമേഴ്ഷ്യൽ വെഹിക്കിള് റോങ് ക്ലാസിഫിക്കേഷനിൽ പ്രൈവറ്റ് കാറോ 2 വീലറോ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് ഫ്രോഡാണ്. അതിനെതിരെ എന്തായാലും ആക്ഷൻ എടുക്കും. ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോയ പല സുഹൃത്തുക്കളും നമ്മളെ നേരിട്ട് അറിയുന്നവരുണ്ട്. അതായത് 18 സീറ്റുള്ള ട്രാവലർ ഒരു 75 cc 2 വീലറിന്റെ ഇൻഷുറൻസ് അടിച്ചു വെച്ചതിന്റെ PDF എഡിറ്റ് ചെയ്തിട്ട് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ആക്കി കൊടുത്ത് 36,000 രൂപ പ്രീമിയം വരേണ്ട സ്ഥാനത്ത് 25,000 കസ്റ്റമർ അടുത്ത് വാങ്ങി. കസ്റ്റമർ ഹാപ്പി, കാരണം അത്രയും തുക ലാഭം. ഇത് അടിച്ചു കൊടുത്ത ഏജന്റിന് വെറും 2 രൂപയുടെ ചെലവ്. ആ 2 പേപ്പറിന്റെ മഷീൻ
ആ പേപ്പറിന്റെ ചെലവും. രണ്ടുപേർക്കും ഭയങ്കര ലാഭം. വണ്ടി ഇൻഷുറൻസ് അടച്ചുപോയി. 2 മാസം കഴിഞ്ഞു, ഈ വണ്ടി കൈമാറ്റം ചെയ്തു, ആ ഓണർഷിപ്പ് മാറി. ഇൻഷുറൻസ് മാറാൻ വേണ്ടി ഇൻഷുറൻസ് ഓഫീസിൽ ഇൻഷുറൻസിന്റെ പേപ്പറും പുതിയ RC കൊണ്ടുചെന്ന് പോളിസി നമ്പർ അടിച്ചു കൊടുത്തപ്പോ 75 cc താഴെയുള്ള ഒരു 2 വീലറിന്റെ പോളിസി. എന്റെ ബ്രാഞ്ചാണ്, പുറത്തുനിന്നുള്ള കേട്ടറിവും കഥയൊന്നുമല്ല. ട്രാൻസ്ഫർ ചെയ്യാതെ മാറ്റിവെച്ചു. പിന്നീട് വരാൻ പറഞ്ഞു. ഈ ഏജന്റ് അടിച്ചു കൊടുത്ത ബാക്ക് ഫയല് തപ്പി അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൊപ്പോസൽ ഫോമിന്റെ കാര്യങ്ങളും ബാക്ക് ഫയലിന്റെ പ്രാധാന്യം മനസ്സിലാവുക. ചെക്ക് ചെയ്തു. 12 പോളിസി ഇതുപോലെ ചെയ്തു കൊടുത്തത് ആ കെട്ടിൽ നിന്ന് കിട്ടി. കമ്പനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. മാനേജർ ഹെഡ് ഓഫീസിനെ അറിയിച്ചു, RO അറിയിച്ചു. RO പോലീസ് കംപ്ലൈന്റ് ചെയ്തു. പോലീസിന്റെ മേലധികാരി, സംസ്ഥാന തലത്തിലുള്ള അധികാരി താഴേക്ക് ഓർഡർ ഇട്ടു. ഇവിടെ വന്നു, ആ ആളെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റിലാക്കി റിമാൻഡ് ചെയ്തു. ഇത് നമ്മളുടെ ഒരു ഏജന്റിനും മേലാൽ വരരുത്. അത് കരുതിക്കുട്ടി ചെയ്തതാണ്. നമ്മൾ കരുതിക്കുട്ടിയാണെങ്കിലും അല്ലാതെ പോലും തെറ്റിയിട്ട് പോലും നമ്മൾ അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വെരിഫൈ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും അണുവിട ചെക്ക് ചെയ്തിട്ട് വേണം പോളിസി അടിക്കാൻ. ശ്രദ്ധ മാറിപ്പോകരുത്. അവസാനം പേയ്മെന്റ് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സേവ് ആൻഡ് കാൽക്കുലേറ്റ് കൊടുക്കുമ്പോൾ മുകളിൽ ഒന്നും കൂടി കയറി എല്ലാം ശരിയാണോ എന്ന് RC വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സേവ് ആൻഡ് കാൽക്കുലേറ്റർ കൊടുത്ത് പേയ്മെന്റിലേക്ക് പോവുക. അടിച്ചു കഴിഞ്ഞതിന് ശേഷം തേർഡ് പാർട്ടി ആണെങ്കിൽ ക്യാൻസലേഷൻ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ പോളിസി അടിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും അതേ വണ്ടിക്ക് ഒരു പോളിസി അടിച്ചതിന്റെ പേപ്പർ കൊണ്ടുവരികയാണെങ്കിൽ മാത്രം ഈ രണ്ടാമത് അടിച്ച പോളിസി ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ അത് പറ്റില്ല. ആരെയും പിന്നെ അപ്പൊ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ ഇപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ട്. പോർട്ടലിൽ തന്നെ വാഹനം ഇന്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് കാറ്റഗറി ഓഫ് വെഹിക്കിൾ മാറ്റി വെക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. സിസ്റ്റം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്യും. വണ്ടി നമ്പർ അടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നുള്ളത് കൊണ്ട് ഒരു പരിധി വരെ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. നല്ലൊരു കാര്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഷുറൻസ് പോളിസി എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വണ്ടിയുടെ ഫോട്ടോഗ്രാഫ് എഡിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ടൈം സ്റ്റാമ്പ് ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഏത് ടൈം സ്റ്റാമ്പ് ക്യാമറ ആണെങ്കിലും അതിലെ ടൈം എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളായിട്ട് എഡിറ്റ് ചെയ്യരുത്. എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തരുത്. ആ ഒരു എഡിറ്റിംഗ് നമ്മൾ പഠിക്കരുത്. ഇങ്ങനെ ഒരു ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് നമ്മൾ പോർട്ടൽ വഴി ചെയ്യുന്ന പോളിസീസ് എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് ചെയ്യുക. ഓഫീസിലെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അവിടുന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്രേക്ക് ഇൻ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുക. അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പോളിസി കറക്റ്റ് ആയിട്ട് അണ്ടർറൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വരും. നമുക്കത് ചെയ്യാൻ കഴിയും. ഇനി മോട്ടോർ പോളിസി വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആസ് പെർ ആക്ട് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു പോളിസി ആയതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ അപ്രോച്ച് ചെയ്തെടുക്കുന്ന ഒരു പോളിസിയാണിത്. നമ്മൾ അങ്ങോട്ട് പോകണ്ട. നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോട്ടോർ പോളിസി എടുക്കാൻ ഒരാൾ വന്നാൽ അത് ഏത് വണ്ടിയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. RC കോപ്പിയും പ്രീവിയസ് ഇൻഷുറൻസും അയക്കാൻ പറയണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏത് വണ്ടിയാണ് അയാൾ പറഞ്ഞ കാറ്റഗറി, ഏത് വണ്ടിയാണെന്ന് അയാള് നമ്മളോട് പറഞ്ഞ കാറ്റഗറി കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പ്രീവിയസ് പോളിസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനകത്ത് IDV കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പാക്കേജ് പോളിസി ആണോ എന്ന് നോക്കി അത് മനസ്സിലാക്കാം. IDV കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലിയബിലിറ്റി ഓൺലി പോളിസി അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തേർഡ് പാർട്ടി പോളിസി ആണെന്ന് മനസ്സിലാക്കാം. അതായത് ലിയബിലിറ്റി ഓൺലി പോളിസി ആണെന്ന് നമുക്കറിയാൻ പറ്റും. ആ പോളിസി ആണെങ്കിൽ നമുക്ക് ലിയബിലിറ്റി ഓൺലി പോളിസി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആക്ട് ഓൺലി പോളിസി കൊടുത്താൽ മതി. ഇനി പാക്കേജ് പോളിസി ആണെങ്കിൽ പാക്കേജ് പോളിസി റിന്യൂവൽ കൊടുക്കേണ്ടി വരും, NCV കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം എത്ര IDV കൊടുത്തു എന്ന് നോക്കണം. അതിൽ നിന്ന് എത്ര ശതമാനം കുറച്ച് ഈ വർഷം കൊടുക്കണം, എത്ര CC ആണത്, കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. പാക്കേജ് പോളിസി ആയാൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് ഇൻസ്പെക്ഷന് വേണ്ടി വരും. ബേസിക്കലി ഇതൊക്കെയാണ്. പ്രൈവറ്റ് കാർ, 2 വീലർ, കൊമേഴ്സ്യൽ വെഹിക്കിൾ കാറ്റഗറി ഉണ്ട്. ലിയബിലിറ്റി ഓൺലി പോളിസി, പാക്കേജ് തുടങ്ങി 4 തരം പോളിസികളാണുള്ളത്. ലിയബിലിറ്റി ഓൺലി പോളിസി അതായത് ആക്ട് ഓൺലി പോളിസി മാൻഡേറ്ററി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വാഹനം റോഡിൽ ഇറക്കാൻ പാടൂ. പാക്കേജ് പോളിസി എന്ന് പറയുമ്പോൾ അത് ആഡ് ഓൺ പോലെയാണ്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സ്വന്തം റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഒരു പാക്കേജ് പോളിസി. പാക്കേജ് പോളിസിയിൽ പല ആഡ് ഓൺസും അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ എൻഹാൻസ്മെന്റ് പോളിസി ആവും. ലിസ്റ്റ് ഓഫ് ആഡ് ഓൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ആഡ് ഓൺസ് മാത്രമായിട്ട് ഉള്ളതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതാണ് ഇനി അടുത്തത്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇത്രയും
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്യാം. പിന്നെ ആരെയും ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് മുഖത്ത് നോക്കി പറയാം. കാരണം ഞാന് ഒരു ഉള്ളിലുള്ള ആ ഒരു വിഷമം മുൻനിർത്തി തന്നെ പറയാം. മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം ഒരു കുട്ടി ഇപ്പൊ ചെയ്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.